ഞങ്ങൾ പറഞ്ഞു, മോളെ അലിയെ, പുതിയാപ്പിളയും പുതിയ പെണ്ണും അതല്ലേ, പുതിയ പെണ്ണ്. കോഴിക്കോട്ടുകാരൊക്കെ മരിക്കണവരെ പുതിയാപ്പിളാന്നാ വിളിക്കുക. കോഴിക്കോട് ടൗണുകാരെ പുതിയാപ്പിളിന്റെ മയ്യത്തെടുത്തോ, പുതിയാപ്പിളക്ക് 90 വയസ്സായിട്ടുണ്ടാവും, എന്നാലും പുതിയാപ്പിളാന്നാണ് വിളിക്കുക. ആട്ടെ, ഞാൻ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും തുടങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. നബി വരുന്നതും കാത്തിരിക്കുകയാണ്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലിയാരും കാത്തിരിക്കുകയാണ്. നബി തങ്ങളുടെ കസിനാണല്ലോ അലി. നബി തങ്ങളുടെ കസിൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പയുടെ മോൻ അബൂ താലിബ് എന്നവരുടെ മോനല്ലേ അലി റളിയല്ലാഹു അൻഹു. അബൂ താലിബ് എന്നവർ നബിയുടെ ഉപ്പ അബ്ദുള്ള എന്നവരുടെ ജ്യേഷ്ഠനാണ്. അതിനൊന്നും പ്രശ്നമില്ലല്ലോ, കല്യാണം കഴിക്കാൻ ജായിസായ ബന്ധങ്ങളാണ്. നബി തങ്ങൾ വന്നു, രണ്ടുപേരും ഇരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചു. ഇനിയാണ് തുടക്കം. നോക്കണം, ഒരു അമ്മോഷൻ ഇടപെടുകയാണ്. അവിടുത്തെ മുഅല്ലിമും അവിടുത്തെ മുദരിസും അവിടുത്തെ ജഡ്ജിയും ഖാദിയും ഖലീഫയും രാജാവും സുൽത്താനും ഒക്കെയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഹാദാ അലിയു, തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അലി തങ്ങളുടെ തലയിൽ കൈവച്ചു. അല്ലാഹുവേ, ഇത് അലിയാണ്. അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണിത്. ഫഅഹിബ്ബഹു, അതുകൊണ്ട് നീയും അലിയെ ഇഷ്ടപ്പെടണമേ. വഹാദിഹി ഫാത്തിമതു ബിനതി, ഇത് ഫാത്തിമയാണ്, എൻ്റെ മോളാണ്. അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫഅഹിബ്ബഹ, അതുകൊണ്ട് നീയും അവളെ ഇഷ്ടപ്പെടണമേ. എന്നിട്ട് പറഞ്ഞു, അലിയെ കൈ തരൂ. നിങ്ങളുടെ കൈ എൻ്റെ മോൾ ഫാത്തിമ ബീവിയുടെ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളൊന്ന് ചൊല്ലേണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ, ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ, എന്തെല്ലാം നന്മയുണ്ടോ, ആ നന്മയും വഖൈറ മാ ഹിയ ലഹു, അവര് കാരണം എന്തെല്ലാം ഖൈറുണ്ടാകുമോ ആ ഖൈറുകളും നീ എനിക്ക് തരയണമേ. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഹിയ ലഹ്, ഫാത്തിമ കാരണം എന്തെല്ലാം ഷർറുകൾ ഉണ്ടാകാമോ, അവളിൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടാകാമോ അതൊന്നും എനിക്ക് തരല്ല, എനിക്ക് കാവൽ തരയണമേ പറഞ്ഞു. ഇത് ജീവിതത്തിൽ ഒരു ചാൻസേ കിട്ടുള്ളൂ. രണ്ടോട്ടം കല്യാണം കഴിക്കുന്ന 2 ചാൻസ് കിട്ടും. അതല്ല പെണ്ണുങ്ങൾ കേൾക്കേണ്ട, 2 കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ ഒരു വേലാക്കാനും കൂടി വരൂല. ഒന്ന് തന്നെ ആയിക്കോട്ടെ, അതപ്പോ പഠിക്കണം അല്ലെ, ആ ഒരു കല്യാണത്തിന്റെ സമയത്തിന് പഠിക്കണം. പഠിച്ചോനെ, ഇതൊക്കെ ചാൻസ് പോയല്ലോ. നമ്മളിപ്പോ അന്ന് പാലിന്റെ ഗ്ലാസ്സും പിടിമലും കൂടി കളഞ്ഞൂലേ ആ ദിവസം. ഇങ്ങനെയൊക്കെ ഒരു ദിക്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ചോദിക്കേണ്ട ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു അവിടെ. അല്ലാഹു, ഇവരുടെ എല്ലാ നന്മയും എനിക്ക് തരയണമേ, എന്തൊക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കാവൽ തരണേ. അന്ന് രാത്രി തന്നെ ചോദിക്കുക. എന്നിട്ട് അമ്മോഷൻ എണീക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറഞ്ഞു, ഖൂമാ, അലിയെ ഫാത്തിമ എഴുന്നേൽക്ക്, നിങ്ങൾ വുളു ചെയ്യേ, അംഗശുദ്ധി വരുത്തിയിട്ട് ഫസല്ലിയ റക്അതൈൻ, 2 റക്അത്ത് രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോളൂ. അവരുടെ ആ ഒരു രാത്രിയിൽ അവരാക്കി കൊടുത്ത് നബി തങ്ങൾ വീട്ടിലേക്ക് പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, എവിടെയല്ല അവർ താമസിക്കുന്നത്, എവിടെയല്ല, ഭർത്താവിന്റെ വീട്ടിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നബി തങ്ങൾ അവരെ വീട്ടിലാക്കി കൊടുത്തു പോന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു ആ ഒരു നല്ല ജീവിതം ആരംഭിച്ചത്. അവിടെയാണ് തുടക്കം, അങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തമായിരുന്നു. ഹലാലിലൂടെ ഹലാലിലേക്ക് പ്രവേശിക്കുകയാണ്. അവരിൽ പിറന്ന മക്കളെയാണ് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കൾക്ക് നേതാക്കന്മാരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹസനും ഹുസൈനും എവിടെ? ഹുമാ റൈഹാനതയ്യ മിനദ് ദുനിയ. അവരെടുത്ത് നബി തങ്ങൾ ഇങ്ങനെ ചുംബിക്കുമ്പോ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, മക്കളൊക്കെ ഇങ്ങനെ ചുംബിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഹുമാ റൈഹാനതയ്യ മിനദ് ദുനിയ, ഈ ലോകത്തെ എന്റെ സുഗന്ധ കുസുമങ്ങളല്ലോ എന്റെ ഈ 2 മക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മോളിന്റെ മക്കളാണ്. അവിടെയാണ് ആരംഭം. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെയാണ് പ്രവാസമുണ്ടായത്, നാട് വിട്ടു പോകേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും നല്ലവർ ആരാണെന്നറിയുമോ?
സ്വന്തം ശരീരവും ഭർത്താവ് അകന്നു ജീവിക്കുകയാണെങ്കിൽ അവളുടെ ശരീരവും ഭർത്താവിന്റെ സമ്പത്തും സൂക്ഷിക്കുന്നവൾ. മൻ ഇദാ നളർതഹാ സറത്ക, നിങ്ങൾ നോക്കിയാൽ ആ നോട്ടം അവളിലേക്ക് പതിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സന്തോഷം തരാൻ അവൾക്ക് കഴിയും. അങ്ങനത്തെ ഒരു ഭാര്യ. അൽ വലൂദ് അൽ വദൂദ്, നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നവൾ, നിങ്ങളുടെ കുഞ്ഞിന് ഉമ്മയാവാൻ പോന്നവൾ, അങ്ങനത്തെവരാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ഭാര്യയെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അകന്നു പോന്നാലും ശരീരം സൂക്ഷിക്കുന്നവരാണവർ, സമ്പത്തും സൂക്ഷിക്കുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നുണ്ട്, ദീർഘമായ യാത്ര. ആ യാത്ര കഴിഞ്ഞ് വരുമ്പോ ഭാര്യയായ ഫാത്തിമ ബീവി, തിരുനബിയുടെ പൊന്നുമോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, 25 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴാണ് ഫാത്തിമ ബീവി വഫാത്താകുന്നത്. മനസ്സിലാക്കണം, വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ട് ഫാത്തിമ ണ്ട്. ഫാത്തിമ ബീവിയും മക്കളൊക്കെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യം, എന്തുപറ്റി ഫാത്തിമ ബീവി, മക്കളൊക്കെ വല്ലാതെ ക്ഷീണിച്ചല്ലോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ? നമ്മൾ ഗൾഫിൽ നിന്ന് ചെന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും അല്ലത്. അവര് പോകുന്ന യാത്ര എന്ത്, നമ്മൾ പോകുന്ന യാത്ര കഷ്ടപ്പാടിന്റെ കാലമല്ലേ അത്. മാസങ്ങളെടുത്ത് ചെയ്യുന്ന യാത്രക്ക് തന്നെ മാസങ്ങളെടുക്കും ഈ യാത്ര കംപ്ലീറ്റ് ആവാൻ. സിറിയയിൽ പോയി വരുന്ന യാത്രയാണ് അന്നത്തെ ദൂരയാത്രകൾ. അങ്ങനെയാണ്, ഷാമിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞു വന്നപ്പോ മോളെ വല്ലാതെ ക്ഷീണിച്ചുവല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചു. വല്ലാതെ ക്ഷീണിച്ചല്ലോ. നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾ ഒന്നും അരിഭക്ഷണമോ ഗോതമ്പോ തിന്നിട്ടില്ല. ഞങ്ങൾക്ക് കാരക്കയും വെള്ളവുമാ ഉണ്ടായിരുന്നത്. അൽ അസ്വദാനി എന്നാണ് പറയാ, കറുത്ത 2 സാധനം എന്നാണ് അറബിയിൽ കാരക്കയ്ക്കും വെള്ളത്തിനും പറയാതെ. പറയാൻ കാരണം, വെള്ളം കറുപ്പല്ലല്ലോ. നമ്മളിവിടെ ബോട്ടിൽ വെള്ളം കാണുന്നുണ്ട്, വെള്ളത്തിന് നിറം എന്താ? നമ്മൾ നിറം പറയാൻ പറ്റൂല, ഒരു ബ്ലൂ അല്ലെങ്കിൽ വെള്ള വെളുത്തത് എന്നൊക്കെ പറയാം, പക്ഷേ അത് വെള്ളത്തിന്റെ കളറല്ല. എന്നാലും നമ്മൾ അങ്ങനെ, എന്തുകൊണ്ട്? അതിന്റെ കണ്ടെയ്നർ അങ്ങനെയാ, വെള്ളം ഉൾക്കൊള്ളുന്ന പാത്രത്തിനനുസരിച്ചാണ് നമ്മൾ പറയാ അതിന്റെ നിറം. അന്ന് തോൽപാത്രത്തിലാ വെള്ളം വെക്കുക, തോൽപാത്രം കറുത്തതാണ്. അപ്പൊ അതിലേക്ക് നോക്കിയാൽ വെള്ളത്തിന് നിറം കറുപ്പാണ്. അതുകൊണ്ടാണ് അവർ അൽ അസ്വദാനി, കറുത്ത 2 എന്ന് പറയാറുള്ളത്, കാരക്കയ്ക്കും വെള്ളത്തിനും. അതേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ഗോതമ്പില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, മോളെ എന്തുകൊണ്ട് നിങ്ങൾ ഗോതമ്പ് ഇല്ല എന്ന വിവരം എന്നെ അറിയിച്ചില്ല? അങ്ങനെയായിരുന്നുവെങ്കിൽ യാത്ര പോകുന്നതിന്റെ മുമ്പേ അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടല്ലേ ഞാൻ പോകുമായിരുന്നുള്ളൂ. എന്തേ നിങ്ങളതെന്നോട് പറയാതിരുന്നത്? അതിന് പൊന്നുമോള് നൽകുന്ന മറുപടി, എന്റെ ഉപ്പ നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്തു തരുന്ന തലേന്ന് രാത്രി എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്. പറയട്ടെ, പൊക്കിയാൽ എടുക്കാൻ പറ്റാത്ത അത്രയും വലിയ സ്വർണ്ണമാല നമ്മുടെ മക്കളുടെ കഴുത്തിൽ അണിയണമെന്നാണ് പ്രവാസി വാപ്പയുടെ സ്വപ്നം, അല്ലെ? നാട്ടിൽ പോയിട്ട് ആൾക്കാരൊക്കെ ഞെട്ടിക്കണം. എത്ര പവനാണ് ഒക്കെ വായ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര കനവും ഭാരവും ഉള്ള ഡിസൈനിലും ഭാരത്തിലും തൂക്കത്തിലും മാല അണിയിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. അവർക്കൊരു ഉപദേശം നമ്മൾ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഈ മക്കളാണ് മറ്റൊരാളുടെ ഭാര്യയാവാൻ പോകുന്നത്, ഈ മക്കളാണ് ഒരു കുടുംബത്തിന്റെ കുടുംബിനിയാവാൻ പോകുന്നത്. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് അലി റളിയല്ലാഹു എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഉപദേശം നമ്പർ 1, എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്ത് പറയരുത്, അത് മോഡല് പോയതാണ്, നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ അറിയില്ല, അതത് മറ്റേ പഴയ സിനിമന്റെ ഇതല്ല, ഇതിപ്പോ പുതിയത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും പറയരുത്. സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവ് കൊണ്ടു തന്നില്ല എങ്കിൽ അത് നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കരുതേ, സാധിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് മോള് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഉപദേശം നൽകിയ ഉപ്പയാണ് 21 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ രാജ്യത്തിന്റെയും അധിപനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കാറുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇത് ഉമ്മാന്റെ നമ്പർ ഉണ്ടല്ലോ, അവിടെ വിളിച്ചാൽ മതി, ഉമ്മ ഓടിയെത്തും. ഇതാണോ ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്? വാപ്പ ഗൾഫിലുണ്ട്, വാപ്പാക്ക് വിളിച്ചാലേ വാപ്പ പറന്നങ്ങോട്ട് വരും, മോൾക്ക് ഒരു ഒരല്പം പോലും വിഷമം വാപ്പാക്ക് ഇഷ്ടമല്ല. ഇതൊന്നുമല്ല ഉമ്മമാരെ, ഭാര്യമാരെ, പെണ്ണുങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടത്. മോളെ
കഷ്ടപ്പാടാണെങ്കിൽ കഷ്ടപ്പാട്, മോളെ വിഷമൊന്നും ഇവിടെ പറയണ്ട, മോള് സന്തോഷത്തിൽ ജീവിക്ക്. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും ആശ്വാസം വരുന്നുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ഏത് പ്രയാസത്തിന്റെ ശേഷം ആശ്വാസം വരും മോളെ, മോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇത് നമ്മുടെ വാപ്പമാർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മുടെ ഉമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അന്നത്തെ കുടുംബങ്ങൾ അങ്ങനെയാണ്, പരാതികളില്ലാത്ത കുടുംബമാണ്. നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വരുന്ന ഒരു സ്വഹാബി, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ ആളുകൾ ഇങ്ങനെ നോക്കും, നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ ചിലപ്പോ, എന്താ പഠിച്ചോന് ഇയാൾക്ക് സുന്നത്ത് നിസ്കാരം ഒന്നും വേണ്ടേ, ദിക്റൊന്നും വേണ്ടേ? അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. അതുമാത്രമല്ല, സുന്നത്ത് നിസ്കാരം വീട്ടിൽ ആരും കാണാതെ നിസ്കരിക്കുന്നത് പള്ളിയിൽ പോയി ആളുകൾ കാണാൻ നിസ്കരിക്കുന്നതിനേക്കാളും 25 ഇരട്ടി പ്രതിഫലം കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹർ നിസ്കരിച്ചു പള്ളിയിൽ നിന്ന്, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് റൂം പോയിട്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചോളൂ, അതിനാണ് 5 ഇരട്ടി കൂലി കൂടുതൽ. അതിനാണ് ചിലർ അങ്ങനെ പോകുന്നുണ്ട്, നമുക്കറിയില്ല. ചിലർക്ക് വുളു നിൽക്കാത്ത പ്രശ്നം ഉണ്ടാവും, ചിലർക്ക് വേറെ എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും. അപ്പൊ നമ്മൾ എക്സ്ക്യൂസുകൾ കാണുന്ന ഏതൊരു മനുഷ്യൻ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും 70 എക്സ്ക്യൂസുകൾ മിനിമം നമ്മൾ കണ്ടെത്തണം എന്നാ. അതിന് ഇന്നൊരു കാരണം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും 70. നമ്മളൊരു 69 കാണും, പിന്നെ നമ്മൾ വിധി എഴുതാൻ തുടങ്ങും അല്ലേ? എന്താ 69, 9 കാണുന്നുണ്ടാവും. ഒരു എക്സ്ക്യൂസ് കാണുന്ന ഏത് മനുഷ്യൻ തെറ്റ് ചെയ്താലും അതുകൊണ്ടായിരിക്കും. അത് അങ്ങനെ സംഭവിച്ചതാവും. 70 കഴിഞ്ഞാല് പിന്നെ 70 കിട്ടണ്ട പോലെ. അതിനർത്ഥം എന്താ? ആരും വെറുതെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പ്രിജുഡീസ്, മുൻധാരണ ആരെപ്പറ്റി ഇരിക്കട്ടെ. അപ്പോ ഈ സ്വഹാബി ഉടനെ എഴുന്നേറ്റ് പോകും നിസ്കാരം കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം നബി തങ്ങൾ പിടിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്? ഞാൻ പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ എന്നെ കാത്തിരിപ്പുണ്ട് വീട്ടിൽ. അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം വേണം പെണ്ണിന്, അവളുടെ മുഖവും മുൻകൈയും ഒഴികെ. അങ്ങനെ ഒരു വസ്ത്രം ഇല്ല നബിയെ ഞങ്ങൾക്ക്. അപ്പൊ ഞാനും കൂടെ എന്റെ തോള് മറക്കാൻ ഉപയോഗിക്കുന്ന ഈ ഷാള് കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ സുബഹി ഖളാ ആകുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ ഓടുകയാണ്. അവിടെ വെച്ച് നബി തങ്ങൾ സ്വഹാബത്തിനോട് ചെയ്യണം, പൈസ കൊടുക്കണം, വസ്ത്രം കൊടുക്കി, നിങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ സഹായിച്ചു, കുറച്ച് വസ്ത്രമൊക്കെ കിട്ടി. അന്ന് വീട്ടിലെത്താൻ സമയം വൈകി. ഭാര്യ ചോദിച്ചു, എന്തു പറ്റി? പറഞ്ഞു, നബി തങ്ങൾ വിഷയം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വസ്ത്രങ്ങളൊക്കെ കിട്ടി. നമ്മുടെ പെണ്ണുങ്ങൾ എന്തായിരിക്കും പറയാ? വളരെ നന്നായി, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അല്ലേ? ആ സ്വഹാബിയത്ത് എന്താ പറഞ്ഞെന്നറിയോ? അമ്മാ ശകൈതൽ ഹബീബ ഇലൽ ഹബീബ്, നമ്മുടെ സ്നേഹഭാജനമായ അല്ലാഹുവല്ലേ നമുക്ക് ഈ പ്രയാസം തന്നത്, അല്ലാഹുവല്ലേ നമുക്ക് ഇങ്ങനെ പ്രയാസം വരുത്തിയത്. നമ്മുടെ സ്നേഹഭാജനമായ അല്ലാഹുവിനെ, മഹ്ബൂബായ നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞുവോ? അത് വേണ്ടി അല്ലാഹുവിനെ പറ്റിയുള്ള പരാതി നിങ്ങൾ തിരുനബിയോട്, ദൂതരോട് പറഞ്ഞുവോ? അല്ലാഹു നമുക്ക് വിഷമം വരുത്തി എന്ന് തിരുനബിയോട് പറയുകയാണോ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, അത് നമുക്ക് വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ പെണ്ണ്. സ്വഹാബികളുടെ ഭാര്യമാർ അവരൊക്കെ മനുഷ്യന്മാര് തന്നെ, നമ്മുടെ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ തന്നെ. അശകൈതൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ പറ്റി ഹബീബായ നബിയോട് പരാതി പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? എന്തിനെ നിങ്ങളത് പറഞ്ഞത്? നമുക്കതില്ലാതെയും ക്ഷമിച്ചായിരുന്നല്ലോ. ഇവരെ പഴപ്പിക്കുന്നതും പെണ്ണുങ്ങൾ തന്നെയാണ്. നാട്ടിലെങ്കിലും അബൂ മുസ്ലിമുൽ ഖൗലാനി അൻഹു മുസ്തജാബ് ദുആയായ മഹാനാണ് ഖൗലാനി. അദ്ദേഹത്തിന്റെ പറയാറുണ്ട്, ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ വീടിന്റെ മുറ്റത്തേക്ക് എത്തിയാൽ അദ്ദേഹം പറയും അല്ലാഹു അക്ബർ. വീടിന്റെ വരാന്തയിലേക്ക് കയറിയാൽ പറയും സുബ്ഹാനല്ലാഹ്. പെണ്ണും പറയും സുബ്ഹാനല്ലാഹ്. വാതിൽക്ക് ചെന്ന് മുട്ടി സലാം പറഞ്ഞാൽ അവർ സലാം അടക്കും. വാതിൽ തുറന്ന് ഭർത്താവിനെ സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ മേശയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പെണ്ണ് ഒരു ദിവസം വന്നപ്പോ സലാം പറഞ്ഞിട്ട് സലാം അടക്കുന്നില്ല, തസ്ബീഹുകൾക്ക് മറുപടിയില്ല,
വാതിൽ തുറന്നു നോക്കിയിട്ട് വീട്ടിൽ വിളക്ക് പോലും കത്തിച്ചു വെച്ചിട്ടില്ല. അടുക്കളയിൽ മൂലയിൽ കൈയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ഇരുത്തം കണ്ടപ്പോ മഹാനായ അലിം അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ നിനക്ക് എന്തു പറ്റി? അവര് പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തല്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയല്ലേ, അവരോട് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് സഹായത്തിനൊരു വേലക്കാരിയെ കിട്ടുമല്ലോ, എന്താ അത് ചെയ്യാത്തത്? അബൂ മുസ്ലിം ഖൗലാനിക്ക് കാര്യം മനസ്സിലായി. ഇത് 4 വീട് അകലെ നിന്ന് വന്ന ഏതോ ഒരു പെണ്ണ് തന്റെ ഭാര്യയെ വഴിതെറ്റിക്കാൻ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ക്ഷമിച്ചിട്ട് ഉള്ള പരാധീനതയിലും സഹിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടുപേരെയും അവരുടെ ഇടയിൽ ഒരു വിടവ് ചായ്ത്താൻ, മറ്റുള്ളവന്റെ മോലോട്ട് നോക്കാൻ പഠിപ്പിച്ച ഏതോ ഒരു പെണ്ണ്. അല്ലാഹുമ്മ ആരാണോ എന്റെ പെണ്ണിനെ പറ്റിച്ചത്, ആരാണോ എന്റെ പെണ്ണിനെ വഴികേടിലാക്കിയത്, അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണമേ. ഇവിടെ ദുആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെയപ്പ തോന്നിയത്. 4 വീട് അപ്പുറമുള്ളൊരു പെണ്ണ് അന്ന് രാത്രി ചോദിക്കുന്നുണ്ട്, ആരാണ് വിളക്കണച്ചത്? എന്തു പറ്റി? വിളക്കണച്ചല്ലോ. വിളക്കണഞ്ഞിട്ടില്ല പെണ്ണെ, നിന്റെ കണ്ണ് പോയി കാണും. ഓർമ്മ വന്നു, അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ പ്രാർത്ഥന വലിച്ചുപോയി വന്നു. അബൂ മുസ്ലിം ഖൗലാനിയോട് മാപ്പ് ചോദിച്ചു, എനിക്ക് മാപ്പ് തരണേ. ചോദിച്ചു, നിങ്ങളാണോ എന്റെ പെണ്ണിനോട് ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വേലക്കാരിയെ വെക്കാനൊക്കെ ഖലീഫയോടൊന്ന് പറഞ്ഞാ പോരെ? നിങ്ങളെ പറയില്ല, നിങ്ങൾ അറബിനോടൊന്ന് ചോദിച്ചാ പോരെ? പെരപ്പണയൊക്കെ അറബി, ഒരു അറബികൾ ഇതൊക്കെ തീർത്തു കൊടുക്കാം. നിങ്ങൾ മോലാലിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് അവിടെ സംഘടനല്ലേ, അവിടെ സമസ്തല്ലേ, ഇതില്ല അവരോടൊക്കെ 1 ലക്ഷം കൊടുത്ത നമ്മളെ കുട്ടിന്റെ കല്യാണം, ഇങ്ങനെയൊക്കെ പറയില്ലേ? ഉള്ളത് കൊണ്ട് ക്ഷമിച്ച് സഹിച്ചു പോകുന്ന ഒരു കുടുംബത്തെ മേലോട്ട് നോക്ക്, അവിടെ നോക്ക്, ആ സൗകര്യം നമുക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ ആ വീട്ടിൽ വന്നപ്പോഴാണ് അല്ലാഹുമ്മ പടച്ചവനെ എന്റെ പെണ്ണിനെ പഴപ്പിച്ചതാരോ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എന്ന് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുള്ളയെ. എന്താണെന്നറിയോ? ഇത് മോശപ്പെട്ട ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ താഴേക്കാണ് നോക്കേണ്ടത്. വലാ തൻദുറു ഇലാ മൻ ഫൗഖകും, നിങ്ങളെക്കാളും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ ഒരുപാട് കാണും, അവരിലേക്ക് നോക്കല്ലേ, താഴേക്ക് നോക്കിൻ. നമുക്കൊരു വീടുണ്ടാകുമ്പോ ആ വീടിന്റെ ഭംഗി എപ്പോഴാണ്? ആ വീടിന്റെ ഭംഗി നമുക്ക് തോന്നുന്നു അത്ര വലുത് വേറെ ആർക്കില്ല. വേറൊരു വീട് തൊട്ടയൽപ്പക്കത്ത് വന്നാൽ വീട് നമുക്ക് പിടിക്കാതെയാവും. നമ്മൾ വാഹനം മേടിച്ചു, അയൽപ്പക്കക്കാരെ വേറെ അതിലും മുന്തിയൊരു വാഹനം മേടിച്ചു, നമ്മുടെ സന്തോഷം കഴിഞ്ഞോ? അത് നോക്കരുത്. ദാഹാർത്ഥമായ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള പ്രശ്നം അതാണ്. നമ്മൾ വിചാരിച്ചു പ്രവാസിയായ നമ്മുടെ എല്ലാ റൂമിലും AC വെച്ചു കൊടുത്തു, അവിടേക്ക് റെഫ്രിജറേറ്റർ 2 വെച്ചു കൊടുത്തു, വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്കും മാനുവലൊന്ന് ഓരോന്ന് വേറെ. ഇതൊക്കെ ആയാൽ നമ്മുടെ കുട്ടികൾ നല്ല സന്തോഷത്തിലാവുന്നു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. അത് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ഉടനെയാണ്. ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് മക്ക ഫതഹായതിന്റെ ശേഷം, കോൺക്വസ്റ്റ് ഓഫ് മക്ക ഫതഹായതിന്റെ ശേഷം, മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചതിന്റെ ശേഷം ത്വായിഫിലെ പ്രദേശമാണ് ഹുനൈൻ. അവിടെ വെച്ച് നടന്ന യുദ്ധമാണ് ഹുനൈൻ. ഹുനൈനിൽ ഓരോ സ്വഹാബിക്കും 100 വീതം ഒട്ടകങ്ങൾ ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്. അത്രയും വലിയ വാർ ബ്യൂട്ടി കിട്ടിയ യുദ്ധമാണത്. അലി റളിയല്ലാഹു അൻഹു ജോലി ചെയ്യുന്നുണ്ട്, കൈകളിൽ മുറിവ് വന്നിട്ടുണ്ട്, ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഏതോ ഒരു വീട്ടുകാർക്ക് വെള്ളം കോരി കൊടുക്കുന്ന ജോലിയായിരുന്നു സയ്യിദന അലി റളിയല്ലാഹു അൻഹു. അധ്വാനിക്കുന്ന കൈ ഭയങ്കരമാണ്, അതിൽ നാണം തോന്നരുത്. നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാ, അധ്വാനത്തിന്റെ കൈ. നിബിതങ്ങൾ കൈ ആരുടേതെങ്കിലും ചുംബിച്ചിട്ടുണ്ടെങ്കിൽ നിബിതങ്ങൾ ചുംബിച്ചത് ഒരു കർഷകന്റെ കൈയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധനായൊരു കർഷകൻ നബിയുടെ മുമ്പിൽ വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾ എന്ന സലാം പറഞ്ഞപ്പോ
ആ കൈ ഇങ്ങനെ പിടിച്ചപ്പോ കയ്യിൽ വല്ലാത്ത തഴമ്പ്. തങ്ങൾ ആ കൈ പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, തിൽക യദുൻ യുഹിബ്ബുഹല്ലാഹു വറസൂലുഹു, ഈ കൈ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു അധ്വാനിക്കുകയാണ്, ജോലി ചെയ്യണമെന്നാ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാതെ റൂമിലിരിക്കുന്നവരൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇല്ലേ? ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി അള്ളാഹു കൊടുക്കുമാറാകട്ടെ. വിസിറ്റ് വന്ന് ബാക്കിയുള്ളവർക്ക് ഭാരമായി കിടക്കണവരൊന്നുമില്ലല്ലോ. വിസിറ്റ് വരെ എന്നിട്ട് ബ്ലാങ്കറ്റ് ഇട്ടിട്ട് റിമോട്ടും പിടിച്ച് കിടക്കുക. ജോലി ആരെങ്കിലും കൈ കൊടുക്കണ വരെ അവിടെ റൂമിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭാരമാവുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനത്തെവരൊക്കെ ഉണ്ടെങ്കിൽ റൂമിലെടുത്ത് പുറത്ത് ചാടിക്കണം എന്നല്ല പറഞ്ഞതേ. നല്ല ഉപദേശം കൊടുത്ത് എന്ത് ചെയ്യണം? ഇവരെ അന്വേഷിക്കാൻ വേണ്ടി പറയണം. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. വടിയന്മാർ അലി തങ്ങൾ അധ്വാനിക്കുന്നവരാ. വെള്ളം കോരി കൊടുക്കുകയാണ് അടുത്ത ഖബീലക്കാർക്ക്. അങ്ങനെ ബാക്ക് പെയിൻ വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗ്രൈൻഡർ, അന്ന് നമ്മുടെ ഗ്രൈൻഡറിന്റെ കല്ല്, ആസുകല്ല് നമ്മൾ ഉസ്താദ്മാരൊക്കെ പറയാ, റഹ എന്ന് പറയാ. മലയാളത്തിൽ ആസുകല്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ? ആസുകല്ല് എന്ന് പറയാം, അരക്കുന്ന ഗ്രൈൻഡർ, പാറയുടെ കല്ല്. അത് അരച്ചിട്ട് ഫാത്തിമ ബീവിയുടെ, ആരാണ് ഈ ഫാത്തിമ ബീവി? രാജകുമാരിയെ പോലെ ജീവിപ്പിക്കാൻ കഴിയില്ല നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മോളുടെ കൈയാകെ മുറിവായിരിക്കുകയാണ്. ആ സമയത്താണ് ഹുനൈൻ യുദ്ധം നടന്നത്. എന്നാൽ നമുക്കൊരു വേലക്കാരിയെ, ഒരടിമപ്പെണ്ണിനെ കിട്ടുമല്ലോ, ഈസിയാണ്. ഫാത്തിമ പറഞ്ഞു, അലിയാരെ നിങ്ങൾ പോയി ചോദിക്കോ? ഞാൻ ചോദിക്കൂല, നീ ചോദിച്ചോ. ഞാൻ ചോദിക്കൂല, നീ. നമുക്ക് രണ്ടുപേരും പോയി അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, പൊയ്ക്കോളൂ, വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഇവിടെ എന്താ വിഷയം എന്നറിയോ? നമ്മൾ കെട്ടിച്ച പെണ്ണിന്റെ പുരയിലെ, നമ്മുടെ സ്വന്തം മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത പുരയിലെ വാഷിംഗ് മെഷീൻ ഇല്ല എന്നൊക്കെ പറയില്ലേ, വലിയ കംപ്ലൈന്റ്. അവിടെ ഫ്രിഡ്ജില്ല, അല്ലെങ്കിൽ അവിടെ AC വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഫാൻ ഇല്ല എന്നൊക്കെ പറയും. നമ്മുടെ ബേസിക് അമ്യൂണിറ്റീസ് എന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വലിയ ലക്ഷറീസ് ആയിക്കോട്ടെ. അതിങ്ങനെ ആലോചിക്കുക. അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ AC വെക്കണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. അള്ളാഹു നിഅമത്ത് നിങ്ങൾ എടുത്തോളി. പക്ഷെ ഇല്ലെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയണം. അതാണ് നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു കഷ്ടപ്പാടില്ല മോള് വന്നത്. നമ്മുടെ മക്കളൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്ത് വന്നിട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോ സ്വന്തം പുരക്കൊന്ന് താമസിക്കാൻ വരുമ്പോ മോൾ എന്തോ ആയിക്കോട്ടെ, മോള് കടന്നോ, വിശ്രമിക്ക്, നീ അവിടെ അടിമയെ പോലെ പണിയെടുക്കുന്നുണ്ടല്ലേ എന്റെ കുട്ടി, അതൊന്നും പറയരുത്, കുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത്. അതൊക്കെ അഹങ്കാരത്തിന്റെ വാക്കുകളാണ്. നബിതങ്ങൾ വന്ന് ഫാത്തിമ ബീവിയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും കാണാൻ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുത്തു? ഇമാം തബറാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. നബിതങ്ങൾ വന്നപ്പോ രണ്ടുപേരുടെയും ഒരു കൊച്ചു കട്ടിലുണ്ട്. ആ കട്ടിലിൽ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. നബിതങ്ങൾ രണ്ടുപേരും ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇരുന്നു. നബിതങ്ങളുടെ കാലിന്റെ തണുപ്പ് ഞങ്ങളുടെ കാലുകളിൽ തട്ടുന്നുണ്ടായിരുന്നു. നബിയുടെ കാലിന്റെ ആ അടിഭാഗത്ത് ഒരു തണുപ്പുണ്ട് എന്ന്, അത് ഞങ്ങളുടെ കാൽ ഇപ്പോഴും ഞങ്ങൾക്കത് ഓർമ്മയുണ്ട്. അവരെ സംഭവം ഉദ്ധരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമ, മോളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോളെ. ഇത്തഖില്ലാ വഅമലി അമല അഹ്ലി ബൈതികി, നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ഒരു പ്രയാസം കൂടാതെ ചെയ്തേക്കണമേ. അടിമയാക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം, പക്ഷേ ആ ജോലി ചെയ്യുന്നത് പുണ്യമാണ്. നിങ്ങളെ കെട്ടിച്ചയച്ച വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തേക്കണമേ. നിങ്ങൾക്കൊരടിമയെ തരാൻ വാപ്പയെ കൊണ്ട് പ്രയാസമുള്ളത് കൊണ്ടല്ല, നിങ്ങളെക്കാളും അത്യാവശ്യമുള്ള എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഈ സമൂഹത്തിലുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള സ്വത്താണത്. അതിന് തിരുനബിയുടെ കുടുംബത്തിനോ അവിടുത്തെ മക്കൾക്കോ ഉപയോഗിക്കാനുള്ളതല്ല. മോളെ ഫാത്തിമ, മോനെ അലിയെ, നിങ്ങൾ രണ്ടുപേരും വിഷമഘട്ടത്തിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വേലക്കാരിയേക്കാൾ, ഒരടിമപ്പെണ്ണിനേക്കാളും ഖൈറായ പുണ്യമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പറയൂ നബിയേ. ഇദാ തൈതുമാ മദ്ജഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫസബ്ബിഹാ 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ്, ഗ്ലോറി ടു അല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ് പറഞ്ഞേക്കണം. 33 പ്രാവശ്യം. 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ. 34 തവണ പറഞ്ഞേക്കണം അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇത് നിങ്ങൾ ചൊല്ലിക്കിടന്നാൽ നിങ്ങൾ ചോദിച്ച വേലക്കാരിയേക്കാൾ നിങ്ങൾക്ക് പുണ്യം ഇതിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വീട്ടുവേല ചെയ്തിട്ട് വിഷമിച്ചിട്ട് ജോലിഭാരം കുറക്കാൻ വന്നപ്പോ എക്സ്ട്രാ ജോലി കൊടുത്തു എന്നാ പറയാ. നബി തങ്ങൾക്ക് എക്സ്ട്രാ ജോലി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇതും കൂടെ ചൊല്ലി കിടന്നേക്കണം. റദീനാ ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് പൊരുത്തമായി എന്ന് പറഞ്ഞു. മോൾ അലി റളിയല്ലാഹു അലി തങ്ങൾ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഫമാ നസീനാ ബഅദ, നബി തങ്ങളത് പഠിപ്പിച്ചു തന്നതിന്റെ ശേഷം ഞങ്ങൾ ഒരു പരാതി പറയാനും പോയിട്ടില്ല. ഇത് നിങ്ങൾ ചൊല്ലാൻ മറക്കുകയും ചെയ്തിട്ടില്ല. വലാ യൗമ സുഫീൻ, സുഫീൻ എന്ന് പറഞ്ഞ മഹായുദ്ധം നടന്നപ്പോ അന്ന് മറന്നിട്ടില്ലേ? വലാ യൗമ സുഫീൻ, ആ യുദ്ധം നടക്കുമ്പോ യുദ്ധക്കളത്തിൽ പോലും ഞാൻ ഒറ്റക്കുറങ്ങിയപ്പോഴും ഈ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടെന്ന് അലി റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം ശരിയായാൽ കുടുംബം നന്നായി. അതുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിന് പോകുമ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുമയുടെയും ഫാത്തിമ ബീവിയുടെയും വീടിന്റെ അരികത്തുകൂടെ അങ്ങനെ നടന്നു പോകും. വാതിൽക്ക ചെന്ന് മുട്ടിയിട്ട് പറയും, യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ, മോളെ ഫാത്തിമ, അലിയെ ഒന്ന് എഴുന്നേൽക്കിൻ, സുബഹി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, ഒരു 2 റകഅത്ത് സുബഹിന്റെ മുമ്പ് രണ്ടുപേരും ഒന്ന് നിസ്കരിച്ചേക്കണേ എന്ന് എന്നും പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും മനസ്സുകൊണ്ട് അള്ളാഹുമായി അടുത്താൽ ഉണ്ടാവുന്നു. ഫർണിച്ചറിലല്ല സന്തോഷം കിടക്കുന്നത്, വീടിന്റെ മോടിയിലും പെയിന്റിലും അല്ല, വലിയ ഗേറ്റും വലിയ മതിലുകളും ഇതിലല്ല സന്തോഷം കിടക്കുന്നത്. അതില്ലെങ്കിലും എപ്പോ നിങ്ങളും അള്ളാഹും തമ്മിലുള്ള മനസ്സെടുത്തു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബ ബന്ധങ്ങളെ അള്ളാഹുമായി യോജിപ്പിക്കുകയാണ്. കുടുംബ നാട്ടിലാണ്, നമ്മൾ ഇവിടെയാണ്. എല്ലാ കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കും. പരിമിതികളുണ്ട്. നമ്മുടെ ഈ റിമോട്ട് പാരന്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ റിമോട്ട് ഹസ്ബൻഡിങ് വളരെ പ്രയാസമാണ്. പക്ഷേ നിവൃത്തിയില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? നല്ലത് നമ്മൾ എപ്പോഴും ഉപദേശം കൊടുക്കും. ഉള്ളത് തൃപ്തിപ്പെടണം മോളെ, അൽഹംദുലില്ലാ എന്ന് പറയും, നമുക്ക് കിട്ടിയ നിഅമത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കിൻ എന്ന് ഭാര്യയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും മേലോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. തൊട്ടടുത്ത വീട്ടുകാർ, അവൾക്കതുണ്ട് ഇവൾക്കതുണ്ട്, എനിക്കതില്ലല്ലോ, എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്ര പോകുന്ന സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. തിരുനബിയുടെ കാലശേഷം ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തും യാത്ര പോകുന്നവരുണ്ടായിട്ടുണ്ട്. അന്നത്തെ പ്രവാസികളിൽ വലിയ ായിരുന്നല്ലോ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി പ്രവാസിയാണ്. എവിടെയാ ഭാര്യ കിടക്കുന്നത്? ഹാജർ ബീവി കിടക്കുന്ന എവിടെയാണ്? മക്കയിലാണ്. ഭർത്താവായ ഇബ്രാഹിം നബി ഇന്ന് അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലത്ത് ആണ് അന്ന് സ്ഥിരതാമസം. ഇന്നത്തെ ഫലസ്തീനിന്റെ ഹിബ്രോനിൽ അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലം, ഹിബ്രോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്ഥലം, അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ഖബർ കിടക്കുന്നത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറവ് ചെയ്യപ്പെട്ടത്. എന്നത് ഇസ്രായേലിന്റെ അധികാര പരിധിയുള്ള അല്ലാഹു തആല അവിടങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റ് അവിടേക്ക് യാത്ര പോകുന്നവരുണ്ട്, പോയി കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത് അവിടെയാണ്. അന്ന് പ്രവാസിയായൊരു ഭാര്യയുണ്ട്, നമ്മുടെ ഭാര്യമാർ നാട്ടിലുള്ള പോലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലാണ്, ഭാര്യ മക്കയിലാണ്. നമ്മൾ ബഹ്റൈനിലാണ്, ഭാര്യ കിടക്കുന്നത് അവിടെ കോഴിക്കോടാണ്, മലപ്പുറത്താ, കണ്ണൂരോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അല്ലെങ്കിൽ കാസർഗോഡോ. എന്താ ഹാജർ ബീവി ചെയ്തെന്നറിയോ? നിരന്തരമായി ഭർത്താവിനെ കുറിച്ച്, കുഞ്ഞിന്റെ വാപ്പയെ കുറിച്ച്, കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് നിരന്തരം പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയായിരുന്നു ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു അവരെ അവിടെ ആക്കി പോരാൻ പറഞ്ഞതാണ് മക്കയിൽ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ, എന്റെ മക്കളെ ഞാൻ മക്കയിൽ ഉപേക്ഷിച്ചു പോരുകയാണല്ലാഹ്. ഹാജർ ബീവി തിരിഞ്ഞു ചോദിച്ചൊരു 2 ചോദ്യമാണ് ചോദിച്ചത്. അല്ല, ഞങ്ങളെവിടെ ണോ? ഈ നോദത് ഇബ്രാഹിം നബി തലയാട്ടിന. അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതെ. പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന ഹാജർ ബീവി. ആ ഒരു ആത്മധൈര്യത്തിലാണ് അള്ളാഹുവിൽ തവക്കുലാക്കിയതിന്റെ ഫലമാണ് സംസം കിണറുണ്ടായത്. മക്കയിലെ സംസം കിണർ ഇന്നും
ബില്യൺ കണക്കിന് ഗാലൻ വെള്ളം അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആ പരിശുദ്ധമായ കിണർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹാത്ഭുതം. ആ മഹാത്ഭുതം ഉണ്ടായത് അള്ളാഹുവിൽ സമർപ്പിച്ച ഒരു ഭാര്യയുടെ, ഒരു പെണ്ണിന്റെ മനക്കരുത്താണ്. ഇസ്മായിൽ നബി വളരുന്നു, കൊച്ചുകുട്ടി. നമ്മുടെ മക്കളൊക്കെ നാട്ടിൽ വളരുന്നുണ്ട്. അവരൊക്കെ അള്ളാഹു നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. കുഞ്ഞു വളരാൻ ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോഴാണ് യാ ബുനയ്യ, മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണമെന്ന്, ബലിയർപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മനുഷ്യരെ ബലിയർക്കണ്ട, പക്ഷെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമോനെ, 90 വയസ്സുള്ളപ്പോൾ അത്ഭുതകരമായി ജയിച്ച ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അള്ളാഹുവിന് സമർപ്പിക്കുമോ എന്ന് നോക്കുകയാണ് അള്ളാഹു, അല്ലേ? ആ സമയത്ത് വാപ്പ വന്നിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട് കഅബയുണ്ടാക്കാൻ വേണ്ടി, കഅബ പടുത്തുയർത്താൻ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ മഹാത്ഭുതം. ഇങ്ങനെ വാപ്പ വർഷങ്ങളുടെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോഴും ഒരിക്കൽ പോലും ഇസ്മായിൽ നബി ചോദിച്ചിട്ടില്ല, ഉമ്മ, ഈ മനുഷ്യൻ ആരാണ് ഉമ്മ? ഇതെന്റെ വാപ്പ തന്നെയാണോ? ഇതാരാണ് എന്ന് കുഞ്ഞ് ചോദിച്ചില്ല എന്നാ. കുഞ്ഞ് ചോദിച്ചിട്ടില്ല ഈ മനുഷ്യൻ ആരാണ്. എന്തുകൊണ്ട് ചോദിച്ചില്ല? പ്രവാസിയായ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിരന്തരമായി പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയായിരുന്നു ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. വാപ്പ അരികത്തില്ലെങ്കിലും വാപ്പയുടെ നിരന്തരമായി പറഞ്ഞുകൊടുത്ത് ആ കുഞ്ഞിന്റെ മനസ്സിൽ ഉപ്പയോടുള്ള സ്നേഹം, നിരന്തരമായ സ്നേഹം വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയാണ്. ഉമ്മമാരൊരിക്കലും ഭർത്താക്കന്മാരെ മറന്നു പോകരുത്. ഇത് നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് വർഷങ്ങൾ കഴിഞ്ഞ് സ്ഥിരതാമസമാക്കാൻ നാട്ടിലേക്ക് വരുമ്പോ, കുറെ അസുഖങ്ങളുമായി വരുമ്പോ, ഇനി വാപ്പ വേണ്ട എന്ന മക്കൾ പറയുന്ന അവസ്ഥ വരരുത്. വാപ്പയോട് മക്കൾക്ക് സ്നേഹം കുറഞ്ഞു പോവരുത്. എന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാരണമായ കുഞ്ഞിന്റെ വാപ്പയെക്കുറിച്ച് നിരന്തരമായി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ മനസ്സിന്റെ ഉള്ളിൽ വാപ്പയോടുള്ള സ്നേഹം വളർത്തണം ഉമ്മ. കാണിച്ച പെണ്ണാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹാ. ഇത് ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്, ചരിത്രത്തിലെ വലിയൊരു അത്ഭുതം. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് തങ്ങൾ മദീന ഇങ്ങനെ ചുറ്റുമ്പോ, മദീന ചുറ്റിക്കറങ്ങുമ്പോൾ ഒരു പെണ്ണൊരു വീടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ഒരു മനോഹരമായ പാട്ട് കേൾക്കുന്നു. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി. ആ പെണ്ണ് പാടിയ പാട്ടിതാണ്. അതിനർത്ഥം എന്താണെന്ന് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഒന്ന് എഴുന്നേറ്റ് ഇന്നൊരു സ്ഥലത്തിൽ ഇരിക്കല്ലേ. ഇനി 25 മിനിറ്റ് ഉള്ളൂ, മാക്സിമം 23 മിനിറ്റ്. 11:30 നിർത്തുവേ ഇൻഷാ അല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. തിരക്കിലേക്ക് പോകാം. ഇനി അതല്ല, ഒരു 23 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇരിക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എനിക്ക് എത്ര മതിയില്ല, ഒരു 1.5 മണിക്കൂറൊക്കെ മതിയില്ലേ? എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല മൈക്കാണ്. എനിക്ക് നേരം വെളുക്കോളം പറയണൊക്കെ തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ. പക്ഷെ നാളെ രാത്രി നാട്ടിലേക്കും പോകാനുള്ളതാണ്. അവിടുന്ന് നാളെ മറ്റന്നാൾ അതുണ്ട്. ആകെ ക്ഷീണത്തിന് മേൽ ക്ഷീണമായി പോകുക എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഖല്ല വദല്ല, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നമുക്ക് കുറച്ച് പറഞ്ഞ് വളരെ കാര്യങ്ങൾ ഓരോരോ മൂലയിലും തട്ടിച്ച് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ മതി ഇൻഷാ അല്ലാഹ്. അമൃതങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കേൾക്കുകയാണിത്. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ. അർത്ഥം മനസ്സിലായപ്പോ എന്താണ് പറഞ്ഞത്? കുടിക്കാൻ കുറച്ച് കള്ള് കിട്ടുവാന്ന് എന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ പറയാറുണ്ട്, നമ്മൾ കള്ളുടി ചീട്ടലില്ലാത്ത ചെറുപ്പക്കാരെ പുതിയാപ്പിളയെ കിട്ടിയ കഴിച്ചിലായി. ഇപ്പം
പെണ്ണുങ്ങളെ പറ്റി പറയാൻ തുടങ്ങിയാണെന്നാ. കള്ളൊടിഞ്ഞിട്ടില്ലൊന്നും ഇല്ലാത്ത പെൺകുട്ടികളെ കിട്ടിയ കഴിച്ചിലായിരിക്കണം. കോളേജിലും ഹോസ്റ്റലിലൊക്കെ പഠിക്കണ മക്കളെ ഭയങ്കര പ്രശ്നമാണ്. അടിഞ്ഞാടി ജീവിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. ഇവിടം വരെ എത്തുന്ന അല്ലാഹു അലം. ആ പെണ്ണിങ്ങനെ പാടുകയാണ്, അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ കിട്ടുവോ? കണ്ടാലൊന്ന് നിർബന്ധാണ്. ഞെട്ടിപ്പോയി. മദീനയിൽ കിടക്കണ ഒരു പെണ്ണാണ് ഈ പാടുന്നത്. എന്തായിരിക്കും ഇവിടെ പ്രശ്നം? അവിടെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പാടാൻ, എന്താ പ്രശ്നം ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് വേണ്ടി പോയതാ, 4 മാസം കഴിഞ്ഞു, പിന്നൊന്നും ചോദിച്ചില്ല. അമൃതങ്ങ് തിരിച്ചു വന്നു. ഖലീഫയാണ്. പള്ളിയിലെത്തി. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചോദിച്ചു, അല്ല, ആരാണ്? ഹു ഈസ് നസ്ർ ഇബ്നു ഹജ്ജാജ്? പറഞ്ഞു, കുറച്ചകലെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് അപ്പുറത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അവനെ കൊണ്ടുവരുന്നു പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കള് ഒരു ബക്കറ്റ് വേണ്ടി വരുന്നുണ്ട്. ബക്കറ്റൊക്കെ റെഡിയാണ്, മാഷാ അല്ലാഹ്, ഹിയർ യു ഗോ. അൽഹംദുലില്ലാ. അപ്പൊ ചെറിയൊരു സഹായം നമ്മൾ ആ വിഷയത്തെ. ദിർഹം എടുക്കും, ഇങ്ങോട്ട് വരി. ദിർഹം എടുക്കും, ആയിക്കോട്ടെ, എന്നാ വരി. ബിസ്മില്ലാ. എങ്ങനെ? വിഖായന്റെ നമ്മുടെ SKSF-ന്റെ കരുത്തരായ പ്രവർത്തകരാണ്, അൽഹംദുലില്ലാ, സന്നദ്ധ സേവകരാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാ. അപ്പോ നസ്ർ ഇബ്നു ഹജ്ജാജ് വന്നു. നോക്കുമ്പോ ഭയങ്കര ഗ്ലാമറസ് ആയ ഒരു ചെറുപ്പക്കാരൻ, ഗുഡ് ലുക്കിംഗ് ഹാൻസം യങ് മാൻ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കി, പടച്ചോനെ, ഈ പെണ്ണ് ഇവനെ കിട്ടിയ തിരക്കേടില്ല എന്നാ പാടിയത്. ഉമർ തങ്ങൾ മദീനയിലാണ് ഈ വിഷയം നടക്കുന്നത്. ഉമർ തങ്ങൾ അങ്ങനെയാ ചിന്തിക്കുന്നത്, സാഹചര്യങ്ങൾക്കനുസരിച്ച്. മദീനയിൽ ഇത് നടക്കാൻ പാടില്ലല്ലോ. തിരുനബി അന്ത്യവിഷമം കൊള്ളുന്ന മണ്ണാണത്. അവിടെ നിൽക്കുന്ന ഒരു പെണ്ണ് മോശപ്പെട്ടൊരു ചിന്തയോ? ഉമർ തങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തോട്, നസ്വർ പോയിട്ട് തലമുട്ടയടിച്ചു പോകാന്ന്, മുടി നീക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മുടി കൊണ്ടാണ് ആ ഭംഗി ഉണ്ടായിരുന്നത്. മുടി നീക്കി നോക്കുമ്പോൾ ഭംഗി കൂടി. ഫസ്ദാദ ജമാലൻ. ചിലൊക്കെ മുട്ടയടിച്ച ഭയങ്കര ഭംഗി ഉണ്ടാവും. ചില കഷണ്ടിയൊക്കെ ഭയങ്കര രസമുള്ള കഷണ്ടിയാണ്. കഷണ്ടിയൊക്കെ ഇപ്പൊ ഫാഷനാണ്. നമ്മളല്ലേ വിക്കൊക്കെ വെച്ച് നടക്കുന്നത്. കഷണ്ടി ഉണ്ടായി കിട്ടാൻ വേണ്ടി അധ്വാനിക്കാണ് ബാക്കിയുള്ളവരൊക്കെ. തലയൊക്കെ ശരിക്കും ഡെയിലി ഷേവ് ചെയ്തിട്ട് ഒരു വളരെ ഗ്ലോസി ആയിട്ട് തലയൊക്കെ തിളങ്ങി വരുന്ന ആ ഒരു ഭംഗി കഷണ്ടിക്കാർക്ക് മാത്രം. ഉള്ളവർ പഠിച്ച് കഷണ്ടി ആക്കണ്ടേ. അപ്പോ ഫസ്ദാദ ജമാലൻ, മുടി കളഞ്ഞു നോക്കുമ്പോ ഭയങ്കര ഭംഗി ഇവന്. ഉമർ തങ്ങൾ പറഞ്ഞു, അൽബിസുഹു അമാമ, പോയിട്ട് എന്ത് ചെയ്യണം, ഒരു തലപ്പാവ് വെച്ച് കൊടുക്കുന്നു. ഒരു തലയിൽ അവന്റെ തല മറക്കാൻ ഒരു തലപ്പാവ് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. തലപ്പാവ് വെച്ച് നോക്കുമ്പോ പുതിയാപ്പിളയെ പോലെ അതിലും വലിയ ഭംഗി. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, നസ്ർ, ഐ ആം സോറി, നിങ്ങളോടൊരു വിരോധവും എനിക്കില്ല, നിങ്ങളൊരു കുറ്റവും ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾ വളരെ സുന്ദരനായൊരു ചെറുപ്പക്കാരനാണ്, നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ മദീന വിട്ടു പോകണം. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ ജീവിക്കാൻ, ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു തരും. നിങ്ങൾ ഇറാഖിലേക്ക് പോയിക്കോ, കൂഫയിലേക്ക് പോയിക്കോ. എന്തേന്നറിയോ, എന്റെ തിരുനബി അന്ത്യവിഷമം കൊള്ളുന്ന മണ്ണാണിത്. ഈ തിരുനബി ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന ഈ മദീനയിൽ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരെ ഓർത്ത് രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ പ്രേമം പാടി നടക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ മദീനയിൽ ജീവിച്ചുകൂടാ. മദീനയിൽ അതിനവസരമുണ്ടായിക്കൂടാ. മദീന പുണ്യമുള്ള സ്ഥലമാണ്. ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ തഹ്തികുൽ അവാതിഖു ഖുദൂറഹുന്ന. പെണ്ണുങ്ങൾക്ക് ക്ഷമ കിട്ടാത്ത വിധത്തിലുള്ള ചെറുപ്പക്കാർ മദീനത്തിൽ ജീവിക്കേണ്ട. അതുകൊണ്ട് ഹജ്ജാജ്, നസ്ർ ഇബ്നു ഹജ്ജാജ്, നീ കൂഫയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പ്രവാസ ജീവിതം നയിക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, നാട് വിടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഉമർ അത് സ്വന്തം മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക്, സ്വന്തം ഭാര്യയായ ഉമ്മു കുൽസൂം, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു ചോദിച്ചു, അല്ല ഹഫ്സ ബീവിയോടാണെന്നും അഭിപ്രായമുണ്ട്, ചോദിച്ചു,
ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ എത്ര കാലം നിങ്ങൾക്ക് ക്ഷമിച്ച് ജീവിക്കാൻ പറ്റും? അപ്പൊ പറഞ്ഞു, ഒരു ഉദ്ദേശം 4 മാസം വരെയൊക്കെ. അതെ, ഉമർ തങ്ങൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്തു. 4 മാസം. ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ്, കല്യാണം കഴിഞ്ഞൊരു പെണ്ണ്, ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ട ഒരു പെണ്ണ് 4 മാസം വരെ തന്റെ ഭർത്താവില്ലാതെ അവൾക്ക് ക്ഷമിച്ച് ജീവിക്കാൻ പറ്റിയേക്കും. ഇല്ലെങ്കിൽ വല്ല അപകടത്തിലേക്കോ ഹറാമിലേക്കോ വ്യഭിചാരത്തിലേക്കോ അവൾ പോയേക്കും. അവസ്ഥ വന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ കയറി ഖുത്ബയോതി പറഞ്ഞു കൊടുക്കുകയാണ്, ആരും സ്വന്തം ഭാര്യയുടെ സമ്മതമില്ലാതെ 4 മാസത്തിലധികം വിട്ടുനിൽക്കരുത്. സ്വന്തം ഭാര്യയുടെ സമ്മതമില്ലാതെ 4 മാസത്തിലധികം ആരും പ്രവാസ ജീവിതം നയിച്ചേക്കരുതേ എന്ന വലിയൊരു നിയമം ഇസ്ലാമിക ലോകത്ത് നടപ്പാക്കാൻ പോവുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു നടപ്പാക്കുകയാണ്. ഭാര്യയുടെ സമ്മതമില്ലാതെ. ചില പെണ്ണുങ്ങൾക്ക് സമ്മതമായിരിക്കും, നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് വന്നേക്ക്, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടാവും, കുഴപ്പമില്ല. ചില പറയും എനിക്ക് പറ്റൂല, പ്രശ്നമാണ്. എങ്കിൽ പോയേക്കണം എന്നാണ്. നമ്മുടെ ഒരൽപ്പ നേരത്തെ ഒരു കുറച്ച് പൈസയോ കുറച്ച് സമ്പാദ്യമോ കുറഞ്ഞു പോയേക്കാം, പക്ഷേ നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതം, അവരുടെ തഹ്സീൻ, വ്യഭിചാരത്തിലേക്ക് പോകാതെ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. നമ്മൾ കുടുംബങ്ങളെ കുറ്റം പറയും, അവൾ അങ്ങനെ ഇറങ്ങിപ്പോയി, ഓടിപ്പോയി. നാട്ടിലങ്ങനെ എമ്പാടുണ്ട്. ഇഖ്തിലാത്ത് അതിന്റെ വലിയൊരു കാരണമാണ്. വളരെ മിക്സിങ്, ആണുങ്ങളും പെണ്ണുങ്ങളും അന്യ ആളുകൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇവരിൽ ടെംപ്റ്റേഷൻ വരുന്നു. ചെറുപ്പക്കാർ +2 ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളൊക്കെ വലിയ മനുഷ്യന്മാരാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. അവരൊക്കെ വലിയ മക്കളാണ്. അവരുടെ കയ്യിൽ അവർക്ക് ആക്സസ് ഇല്ലാത്തൊരു വിഷയമല്ല, അവർക്കെല്ലാം അറിയാം. ശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് കുട്ടികളുടെ മുമ്പിൽ ഒരു പെണ്ണിന് അവളുടെ സൗന്ദര്യം കാണിക്കാവതാണോ അല്ലയോ, അവളുടെ തലമുടി, അവളുടെ കഴുത്ത്, അവളുടെ കാലിന്റെ കണങ്കാൽ വരെയുള്ള ഭാഗം, കൈമുട്ട് വരെയുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന, സ്വാഭാവികമായും പുറത്താകുന്ന ഭാഗങ്ങൾ ഒരു കുട്ടിയുടെ മുമ്പിൽ വെളിവാക്കാൻ പറ്റുമോ ഇല്ലയോ? എന്തു പറഞ്ഞു ഖുർആൻ? പെണ്ണുങ്ങളുടെ ഔറത്തുകൾ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളുടെ മുമ്പിലാവാം. പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ ഉൾവശങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ ഔറത്ത് മറക്കേണ്ട ഭാഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പാടില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത്, ഇന്നത്തെ ചുറ്റുപാടുകളിൽ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന മക്കള്, കൈകളിൽ മൊബൈൽ ഫോണുകളും മറ്റു ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മക്കൾ, അവർക്കറിയാത്തത് എന്താ? അവരുടെ മുമ്പിലൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ നിൽക്കാൻ പറ്റുമോ? സൗന്ദര്യം വെളിവാക്കി നിൽക്കാൻ പറ്റുമോ? അന്യ ആണുങ്ങളെ കാണുന്ന പോലെ ഗൗരവത്തിൽ നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. വളരെ കഥകളും നമ്മൾ പറയണ്ടല്ലോ പത്രത്തിൽ വരുന്നതൊന്നും. ഈ ഇഖ്തിലാത്ത് നമ്മൾ സൂക്ഷിക്കണം. അതിന് നമ്മൾ സാഹചര്യം ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടച്ചു വെക്കേണ്ടതാണ്. പ്രവാസ ലോകം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റിയൊരു കാരണമുണ്ടെങ്കിലേ അങ്ങനെ നമുക്ക് തുടരാൻ പറ്റുള്ളൂ. ഒരിക്കലും വീട്ടാൻ പറ്റാത്ത തരത്തിലുള്ള കടബാധ്യത വന്നു വിട്ടിട്ടുണ്ട്. ഒരു നിലക്കും നിർവാഹമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനൊരു എക്സ്ക്യൂസ് ഉണ്ട് നോക്കാം. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ സ്വാഭാവികമായി നമുക്ക് ജീവിക്കാൻ ഒരു വീട്, എന്തെങ്കിലുമൊക്കെ ചെറിയ മട്ടത്തിൽ കഴിയും നാട്ടിൽ, അൽഹംദുലില്ലാ, അങ്ങനെ ആവട്ടെ. വലിയൊരു കൊട്ടാരം ഉണ്ടാക്കണമെങ്കിൽ പ്രവാസ ജീവിതം പെണ്ണിനെ ഉപേക്ഷിച്ചു പോരണം. വേണ്ട, അവരുടെ സമ്മതമില്ലാതെ ചെയ്തേക്കരുത്, അവരുടെ സമ്മതം വേണമെന്നാണ്. ഇത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്നത്തെ പ്രവാസികളായ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചു കൊടുത്ത ഫത്വയാണ്. എന്ത് ചെയ്യണം? 4 മാസത്തിലധികം നിങ്ങൾ അകന്നു നിൽക്കല്ലേ. അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യമോ ലീവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമ്മുടെ മുൻ തലമുറ അവര് 10, 30, 35 കൊല്ലം ജീവിച്ചു, ജീവിതം ഇവിടെ കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. കാരണം അവരെ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തം ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം കഴിയാൻ അവസരം കിട്ടിയിട്ടില്ല. അത് വലിയൊരു നഷ്ടമാണ്. നഷ്ടം തന്നെയല്ലേ. പക്ഷേ അവർ കുടുംബത്തെ നോക്കിയിട്ടുണ്ട്. പ്രവാസികൾ സങ്കടപ്പെടേണ്ട ഒരു വിഷയം, നമ്മുടെ കുടുംബം നശിച്ചു പോവാൻ ാകുമ്പോഴാണ്, നമ്മുടെ സാന്നിധ്യമില്ലാതെ വരുമ്പോ സുഹൃത്തുക്കളെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ വയനാട് ജില്ലയിൽ അങ്ങനെ സംഭവം നടന്നു. സ്വന്തം വളരെ ഉറ്റ സുഹൃത്ത്, 2 കുട്ടികളുണ്ടായിരുന്ന സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞുകൂടെ, അവള് നടന്നു തന്നെ പോയത്. അവർ കല്യാണം കഴിച്ചു. ഇവൻ എല്ലാം വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ആ വിശ്വാസത്തിൽ മതിമറന്നുപോയി, മറ്റവൻ വഞ്ചിച്ചു, അങ്ങനെ ഇവൻ കുടുംബം നഷ്ടപ്പെട്ടു.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ താങ്ങാനുള്ള മനസ്സൊന്നും നമുക്ക് കഴിയില്ല. ജോലി ഭാരവും ജോലിന്റെ ടെൻഷനും മറ്റൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ സ്വന്തം കുടുംബം അങ്ങനെ ചെയ്യുന്ന കടും കൈകൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ വരുത്തി വെച്ച സാഹചര്യങ്ങൾ തന്നെ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സൂക്ഷിക്കണേ, വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങളുടെ അരികത്തേക്ക് ചെല്ലരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലല്ലേ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് ചെല്ലരുത്. അന്യ പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെടാത്ത നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് ചെന്നുകൂടാ. അപ്പൊ ഒരാൾ ചോദിച്ചു, അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയെ, എന്റെ ഭർത്താവിന്റെ സഹോദരന്മാർക്ക് കുഴപ്പമില്ലല്ലോ, എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ അനിയൻ, പ്രായപൂർത്തിയായ ഭർത്താവിന്റെ പ്രായപൂർത്തിയായ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കുഴപ്പമുണ്ടോ? അൽ ഹംവു അൽ മൗത്, ഭർത്താവിന്റെ സഹോദരങ്ങളെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഭർത്താവിന്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും മോശക്കാരായതുകൊണ്ടല്ല, അവരും ഇവളും ഒറ്റക്കായാൽ മൂന്നാമനായി ഇവിടെ പിശാചുണ്ട്. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാനു സാലിസഹുമാ, ഏതെങ്കിലും ഒരാണും ഒരു അന്യ ആണും പെണ്ണും ഒരുമിച്ചായാൽ മൂന്നാമത് അവർക്കിടയിൽ പിശാച് വരുമെന്നും അവരിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞത് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവിക്കുന്നത് ഇതിന് അവസരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ഭാര്യമാർ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോ ബസ്സിന്റെ ഡ്രൈവറോ അല്ലാത്തവരോ ക്ലീനറോ ഒക്കെയായുള്ള നിരന്തരമായ ഇടപെടലുകൾ. നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല എങ്ങനെയാ റൂട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥ എന്നറിയോ. കിടക്കുന്നുറങ്ങാൻ ഇട്ടിരിക്കുന്ന അതേ മാക്സിയോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ അടിവസ്ത്രം പോലും അടിപ്പാവടങ്ങളൊക്കെ പറയുന്ന ആ സംഗതി ഒന്നും ഇല്ലാതെ നേരെ റോട്ടിൽ വന്ന് നിൽക്കുക, കുട്ടികളെ സ്കൂളിൽ വിടുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. അവൾ ഔറത്ത് മറച്ചിട്ടുണ്ടോ, ശരീരം വെളിവാകുന്ന ഈ വസ്ത്രം ധരിച്ചിട്ടാണ് ഈ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഇത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വായ്നോക്കികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അല്ലാത്തവരൊക്കെ. പിന്നെ നാട്ടിലേക്കുള്ള ബന്ധങ്ങൾ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് 4 വിളി വിളിച്ചാൽ അവന്റെ വാട്സപ്പിലേക്ക് കണക്റ്റഡായി അല്ലേ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ അതിന് അവസരം ചെയ്തു കൊടുക്കല്ലേ. മക്കളോട് പറഞ്ഞു കൊടുക്കണം അകൽച്ച പാലിക്കാൻ. നോ എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് അരുതാത്തതിനോട് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. പ്രായപൂർത്തിയായ മക്കൾക്ക് വേണം, നമ്മുടെ ഭാര്യയ്ക്ക് വേണം. യാ നിസാ അന്നബി, നബിയുടെ ഭാര്യമാരെ, പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെ ആവരുത്. ഇനിത്തഖൈതുന്ന, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പാടുണ്ടെങ്കിൽ, ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നിങ്ങളോ അന്യ ഒരാളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ മയപ്പെടുത്തി സംസാരിക്കരുതേ. അന്യ ഒരാളോട് സംസാരിക്കേണ്ടി വരുമ്പോ വാപ്പില്ല, വാപ്പയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, വാപ്പ ബാത്റൂമിലാണ്, നിങ്ങൾ ഫോൺ എടുത്ത് ആൻസർ ചെയ്യാൻ. പ്രായപൂർത്തിയായ പെണ്ണ് ശബ്ദം പരുഷമായി സംസാരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളൂ. ഇത് ആരാങ്ങൾ എവിടുന്നാ വിളിക്കണത്, എന്താങ്ങളെ പേര്, അങ്ങനെയൊന്നല്ല ചോദിക്കേണ്ടത്. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നിങ്ങളുടെ സംസാരത്തിൽ മൃദുല സ്വഭാവം സ്വീകരിച്ചേക്കരുത്. എന്റെ പ്രശ്നം, ഹൃദയത്തിന്റെ ഉള്ളിൽ രോഗമുള്ളവൻ നിങ്ങളിൽ മോശപ്പെട്ടത് കൊതിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് മിസ് കോളുകളെ കൊണ്ട് വിട്ടുപോയത്, അങ്ങനെയാണ് റോങ് ആയി വന്ന ഫോൺ കോൾ കൊണ്ട് വിട്ടുപോയത്. ആ ഒരു ആൻസർ ചെയ്തപ്പോഴാണ് ഒരു അനുരാഗം ഉടലെടുത്തത്, അവിടെയാണ് പ്രേമമായത്. അങ്ങനെയാണത് ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ ഒളിക്കാതെയുള്ള ഓട്ടമോ ആയി മാറിയത്. അങ്ങനെയാണ്. എന്താ ഖുർആനിന്റെ കൽപ്പന? എന്താ? നിങ്ങൾ ശബ്ദം മയപ്പെടുത്തി സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളറിയാതെ നിങ്ങളിൽ അസുഖമുള്ള മനുഷ്യന്മാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അവർ നിങ്ങളിൽ മോശപ്പെട്ടത് ചിന്തിച്ചു തുടങ്ങും. അതിന് അവസരം കൊടുക്കല്ലേ. നിങ്ങളിപ്പോ എന്താ ചെയ്യും? നേരെ മറിച്ച് അങ്ങനെ വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ച് വളരെ സ്നേഹത്തിൽ സ്വന്തം ഭർത്താവിനോട് പോലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അന്യാണുങ്ങളോട് സംസാരിക്കുന്ന അങ്ങനെയാണ് അല്ലേ. മറ്റുള്ളവർക്ക് ആ അസുഖം കണ്ട് പുറത്ത് നേരെ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരെ. ചാരിത്രശുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തുകൂടാ, ചാരിത്രശുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തുകൂടാ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ ഖാലത്
റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നah വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ وامرأة عمران التي أحصنت فرجها فنفخنا من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. മറിയം ബീവി സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണമല്ലയോ? മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ വഴിക്ക് വരുമ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ യേശുക്രിസ്തു എന്ന് നമ്മുടെ ക്രിസ്ത്യാനി സുഹൃത്തുക്കൾ വിളിക്കുന്ന നമ്മുടെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം, ഈസ നബിക്ക് ജന്മം നൽകാൻ പോകുന്ന കഥ സൂറത്തു മറിയമിൽ അല്ലാഹു വിവരിക്കുന്നു. മറിയം ബീവി ഇങ്ങനെ വരുമ്പോഴാണ് സുമുഖനായ ഒരു ചെറുപ്പക്കാരനായി മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ വരുന്നു. ഒരു പെണ്ണെങ്ങനെ ബിഹേവ് ചെയ്യണം? മറിയം ബീവിയാണ് അള്ളാഹുവിനെ വളരെ ഭയപ്പാടോടുകൂടെ ആരാധിച്ചിരുന്ന, ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നുവല്ലോ മറിയം ബീവി. അവരാണ് സത്യവിശ്വാസികൾക്ക് മുഴുവനും ഉദാഹരണമെന്ന് ഖുർആൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാരനായി മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താണ് മറിയം ബീവി പറഞ്ഞത്? ബസ് സ്റ്റോപ്പിൽ വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടു, കോളേജിൽ വെച്ച് കണ്ടു, ക്യാമ്പസിൽ വെച്ച് കണ്ടു, യാത്രയിൽ കണ്ടു. എന്തു ചെയ്യണം? അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. അല്ലാഹുവിനെ പേടിക്കണേ ചെറുപ്പക്കാരാ, നിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ ക്കുന്നു എന്ന് പറഞ്ഞ പെണ്ണാണ്. 15-16 വയസ്സുണ്ടായിരിക്കെ മറിയം ബീവി റളിയല്ലാഹു തആല പ്രായപൂർത്തിയെത്തിയ ആ പ്രായത്ത് അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ ചെറുപ്പക്കാരാ? ഞാൻ നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ഒന്നും കൊണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു മറിയം. പക്ഷേ മറിയം ബീവിക്ക് തോന്നി എന്നെ തന്നെ പ്രാപിക്കാൻ വരികയാണോ? ഉടനെ പറഞ്ഞു അഊദു ബില്ലാഹ്, കാവൽ തരണേ പടച്ചവനെ. അല്ലാഹുവിനെ ഓർക്കുകയും തിന്മയിലേക്ക് പോകാതെ മനസ്സിനെ സൂക്ഷിക്കുകയും ചെയ്യാൻ വലിയൊരു പാഠം പഠിപ്പിച്ച പെണ്ണായതുകൊണ്ടാണ് മറിയം ബീവിയെ അലാ നിസാഇൽ ആലമീൻ, ലോക പെണ്ണുങ്ങൾക്ക് മുഴുവനും നേതൃസ്ഥാനത്തേക്ക് മറിയം ബീവിയെ നാം ഉയർത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം ചാരിത്രശുദ്ധിയാണത്. പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ഏതൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നിങ്ങൾ സലാം പറഞ്ഞ് സമ്മതം ചോദിക്കാതെ കടക്കരുതേ. പ്രായപൂർത്തിയാവാത്ത കുട്ടികളും 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. തന്റെ ജ്യേഷ്ഠന്റെയോ മുതിർന്ന ജ്യേഷ്ഠത്തിയുടെയോ ഉമ്മയുടെയോ റൂമിലേക്ക് കടക്കാൻ സമ്മതം ചോദിച്ച് കടക്കണം എന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം. കല്യാണം കഴിഞ്ഞ ജ്യേഷ്ഠനുണ്ട്, കല്യാണം കഴിഞ്ഞ പെങ്ങളുണ്ട്, അവരുടെ റൂമിലേക്ക് കടക്കണമെങ്കിൽ ആര് സമ്മതം ചോദിക്കണം? പ്രായപൂർത്തിയാവാത്ത കുട്ടികള്. പ്രായപൂർത്തിയായവർ എപ്പോഴും വാതിൽക്കൽ മുട്ടി സമ്മതം ചോദിച്ച് അറിയിക്കാതെ ഡോറ് തുറന്ന് തള്ളിക്കയറരുത്. 3 പ്രാവശ്യം ചെറിയ മക്കളോട് പോലും പഠിപ്പിച്ചു കൊടുക്കണേ. വാപ്പയുടെ റൂമിലേക്ക് തള്ളി തുറന്ന് കയറിയേക്കരുത്, ഉമ്മയുടെ റൂമിലേക്ക് തള്ളി തുറന്ന് കയറിയേക്കരുത്. 4 വയസ്സോ 5, 6, 7, 8 വയസ്സുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുത്തേക്കണം. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്രി, ഒന്ന് സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ്, പ്രഭാത നിസ്കാരത്തിന്റെ വാങ്ങു കൊടുക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്ന സമയമാണ്. വസ്ത്രങ്ങൾ നീങ്ങിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് തള്ളി തുറന്നു വരുമ്പോൾ ഔറത്ത് കണ്ടുപോയേക്കും, അവസരം ഉണ്ടാവരുത്. ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിമീങ്ങൾ ഇപ്പോഴല്ലേ നമ്മൾ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ തുടങ്ങിയത്. ഇശാ കഴിഞ്ഞാൽ പോയിട്ട് എന്ത് ചെയ്യാ? കിടന്നുറങ്ങലാണ്. ഇശാ കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റിയ 3 വിഷയങ്ങളുള്ളൂ നാം ഉലമാ പറയാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും.
ഒന്ന്, ഒരു ഭാര്യയോട് ഭർത്താവിന് സംസാരിച്ചിരിക്കാൻ, കാരണം ജോലി കഴിഞ്ഞ് വന്നതാ, ഇശാ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരമുള്ളൂ, ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. മറ്റൊന്ന് മസ്ലഹത്ത് ചർച്ച. ഭയങ്കര ഈഗോ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ ഈഗോക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ആ ആ അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിവാക്കി പച്ച മനുഷ്യരായി മാറാൻ വേണ്ടിയുള്ള ഒരു ചർച്ച. അത് കുടുംബങ്ങൾ തമ്മിലുണ്ടാവും, സംഘടനകൾ തമ്മിലുണ്ടാവും, പ്രസ്ഥാനങ്ങൾ തമ്മിലുണ്ടാവും. അവരൊക്കെ ഒന്ന് കൂടിയിരുത്തി ചർച്ചയ്ക്ക് ഇശാന്റെ ശേഷം നേരം കിട്ടിയുള്ളൂ. പിന്നെ ഇൽമ പഠിക്കാൻ, വിജ്ഞാനം പഠിക്കാൻ, അതിലപ്പോ നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ 3 കാരണങ്ങൾക്കല്ലാതെ മനുഷ്യർ ഉറക്കൊഴിക്കാൻ പാടില്ല എന്നാ. മിംബഅദി സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും റൂമിലേക്ക് കടന്നുറങ്ങാൻ വരുന്ന സമയമാണത്. മക്കള് സമ്മതം ചോദിച്ചു വരണം. വഹീന തദഊന സിയാബകും മിനൽ ളുഹീറ, ഉച്ചക്ക് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത്, ഒരു ഉച്ച സമയത്ത് ഒരു ചെറിയൊരു മയക്കുണ്ടാവുമല്ലോ, ആ നേരത്ത് നിങ്ങൾ ഔറത്ത് മറയുന്ന അവസ്ഥയിലായിരിക്കില്ല ചിലപ്പം കിടക്കുന്നത്. ആ നേരത്തൊക്കെ ആവാത്ത മക്കള് നിർബന്ധമായും സമ്മതം ചോദിച്ചേ കടക്കാവൂ എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടേത്. ഇപ്പൊ പ്രായപൂർത്തി ആയവരോ എന്തായാലും ഇങ്ങനെ അച്ചടക്കം വേണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ ഖുർആൻ. എന്തിന്? ഔറത്തിലേക്ക് കണ്ണുപോവരുത്, അന്യ ചിന്തകൾ, മോശപ്പെട്ട ചിന്തകൾ മനസ്സിലേക്ക് വരരുത്, കണ്ണുകളെ സൂക്ഷിക്കാൻ, ശരീരത്തും സൂക്ഷിക്കാൻ, വ്യഭിചാരത്തിന് സൂക്ഷിക്കാൻ വേണ്ടി ഈ സാഹചര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അന്യ ആണുങ്ങളൊക്കെ കടന്നു വരികയാണ്. മൂത്താപ്പേടി എളാപ്പേടി മക്കളൊക്കെ നമ്മുടെ പ്രായപൂർത്തിയായ പെൺമക്കളോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാ. കാരണം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലേ? കല്യാണം കഴിക്കാൻ പറ്റുന്നവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്തിടപഴകാൻ പറ്റില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോയിക്കോട്ടെ. അമ്മായിന്റെ മോനല്ലേ, മുത്താപ്പന്റെ മോൾ, എളാമന്റെ മോളല്ലേ, മുത്താപ്പയുടെ മൂത്തമ്മയുടെ മോളല്ലേ? പറ്റില്ല, പറ്റില്ല. അങ്ങനെ എത്ര കേസുകളുണ്ട്. എന്തെല്ലാം നമ്മൾ എന്തിനാക്കെ പറഞ്ഞ് സദസ്സിനെ മലിനപ്പെടുത്തുന്നത്? എന്തെല്ലാം വ്യഭിചാരത്തിന്റെ കഥകൾ. അവരവിടെ ബിർറു ആബാഅകും തബറുക്കും അബ്നാഉക്കും വഇഫു തഇഫു ലക്കും നിസാഉക്കും, ആണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും നോക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സംരക്ഷിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ മക്കൾ സംരക്ഷിക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇഫു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ സൂക്ഷിക്കണേ എങ്കിൽ തഇഫു ലക്കും അസ്വാജുക്കും, നിങ്ങളുടെ പ്രവാസികളായ നിങ്ങളുടെ ഭാര്യമാർ നാട്ടിൽ വ്യഭിചരിക്കാതിരിക്കും. നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചാൽ അവിടെ അള്ളാഹു സൂക്ഷിക്കും. ഉമ്മയും വാപ്പയും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ മക്കള് നിങ്ങളെ നോക്കും. നിങ്ങൾ ഉമ്മയും വാപ്പയാകുമ്പോ, നിങ്ങൾ വല്യാപ്പയും വല്യമ്മയാകുമ്പോ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മക്കൾ ഉണ്ടാകും. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോവരുത്. കണ്ണ് നിങ്ങൾ സൂക്ഷിക്കുക, അപ്പോഴാണ് അവരവിടെ സൂക്ഷിക്കുക. ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഉള്ളിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് നന്മ വരട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മതാഉൻ, ഈ ലോകം മുഴുവനും സമ്പാദ്യം തന്നെ, വഖൈറു മതാഇഹാ, ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അൽമർഅത്തു സ്വാലിഹ, കൺകുളിർമയുള്ള ഭാര്യയാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭർത്താവും, ഇത് രണ്ടും ദുനിയാവിൽ കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങളാണ്. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആ സൗഭാഗ്യം നീങ്ങിപ്പോകാതെ അള്ളാഹു നമുക്ക് കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാവൽ നമുക്ക് നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മക്കളെ വളർത്തുന്ന, അവരെ വളർത്തേണ്ട മറ്റു വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് നമുക്ക് മറ്റെപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. അത് വളരെ കൂടുതൽ നമുക്കറിയാത്തൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ നിങ്ങളുടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ മക്കളെ വളർത്തൽ ഈസിയല്ല, അത് എളുപ്പമുള്ള വിഷയമല്ല. നമ്മൾ പലർക്കും കുട്ടികളുണ്ട് എന്നല്ലാതെ ഒരു നല്ല വാപ്പയാവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത്തരം ചർച്ചകൾ ഇവിടെ നടക്കണം. അല്ലാഹു തആല അതിന് നിങ്ങൾക്ക് ഉസ്താദുമാരും അലിമീങ്ങളൊക്കെ വന്ന് പറഞ്ഞുതരും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് 1.5 മണിക്കൂർ സമയം പറഞ്ഞു, മിനിറ്റ് ഏറെയായിട്ടാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. സ്കൂളത്തെ ജോലി നിങ്ങൾക്ക് അറിയില്ല, അത് ടീച്ചർമാരായ ആളുകളുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും എന്താണ് ഈ സ്കൂളിലെ ജോലി. അത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണ് ഇപ്പോൾ സ്കൂൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ സ്ട്രെയിന്, മെന്റൽ സ്ട്രെയിന്, ഫിസിക്കൽ സ്ട്രെയിന്, നമ്മുടെ ബുദ്ധി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം, നമ്മൾ പഠിപ്പിക്കണം, പ്രിപ്പറേഷൻ ചെയ്യണം, ഒക്കെ മണിക്കൂറുകളോളം വേദ പറയേണ്ട ഒരുങ്ങണം ഒരു ദിവസം ക്ലാസ് എടുക്കണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്.
ഇന്ന് രാത്രി ഉറക്കൊഴിഞ്ഞ് സുബഹിയായി പുലർച്ചെ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന നേരെ സ്കൂളിലേക്ക് പോകാനാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കടുങ്കൈ ഇനി ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്. നിന്റെ ഭാര്യ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാസിയുടെ ഭാര്യയാണത്. ഇങ്ങനെ എന്ത് ചെയ്യണ്ട, ഈ വർക്കിംഗ് ഡേയിലൊന്നും വേളൊന്നും ഏറ്റെടുത്തിട്ട് എന്തിനങ്ങനെ ഇടങ്ങാറാവേണ്ട കാര്യം ചോദിച്ചു. അവര് പറഞ്ഞു ഇനി പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ കുഞ്ഞമ്മാച്ചിയുടെ ആ വിഷയം കേൾപ്പിച്ചു കൊടുക്കേ. അപ്പോ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച സമയത്തോ മറ്റൊക്കെ നമുക്ക് സൗകര്യപ്പെടുന്ന സമയങ്ങളിൽ ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മള് വിവാഹത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കുടുംബ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു നല്ല ഭാര്യയും വീടും പരിസരങ്ങളൊക്കെ ആവുന്നതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു, തിരുനബിയുടെ ജീവിതത്തിൽ അവരുടെ മക്കളിലൂടെ വന്ന വിഷയങ്ങൾ പറഞ്ഞു. ലക്ഷറിയും ആഡംബരവുമല്ല, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം, അതിലൂടെയാണ് സന്തോഷം കിട്ടുക എന്ന വിഷയങ്ങൾ, ദിക്ർ ചൊല്ലുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പരാതി പറയാത്തൊരു ഭാര്യയാവുക, മക്കളാവുക, മക്കൾക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ വളർത്തുക, തിന്മ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുക. 4 മാസത്തിലധികം വിട്ടുനിൽക്കുന്ന, അത് സ്വന്തം ഭാര്യയുടെ സമ്മതമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ വരരുത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ആ ഒരു അവസരങ്ങൾ ഇല്ലാതെയാക്കിയാൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാവും. മക്കളിൽ അള്ളാഹു പറഞ്ഞ പോലെ അവര് നല്ല മക്കളായി വളർന്നു വലുതാവണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാ. ഇൻഷാ അല്ലാഹ് ഇവിടെ ജൂൺ 12 ഒരു വെള്ളിയാഴ്ച, റമദാന്റെ തൊട്ട് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ച അവൻ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ബഹ്റൈനിൽ. ഇൻഷാ അല്ലാഹ് അതാണ് ഇപ്പോൾ ഇവിടെ തന്നത്, ജൂൺ 12. ഇൻഷാ അല്ലാഹ് തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് കാണാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ നന്ദിയും കടപ്പാടുമുണ്ട് ഈ വർക്കിംഗ് ഡേയിൽ നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സിംസാറുൽ ഹഖ് ഹുദവി. അല്ലാഹു തആല എല്ലാ കരുത്തും ആഫിയത്തും കൊടുക്കട്ടെ. ആരും പോകരുത്, ദുആ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുണർത്തുന്നു. അതോടൊപ്പം ഈ കേരളീയ സമാജത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വർക്കിംഗ് ഡേയിൽ ആവിഷ്കരിച്ചപ്പോൾ ഒരു ആശങ്ക തോന്നിയിരുന്നു. ആ ആശങ്കയൊക്കെ തികച്ചും അസ്ഥാനത്താണ് എന്ന് SKSSFന്റെ കരുത്തരായ വിക്കായ വിങ് വളണ്ടിയേഴ്സിന്റെ പ്രവർത്തനത്തിന് ശക്തി പകർന്നുകൊണ്ട് നിങ്ങൾ ഈ വലിയ ഹാളിനകത്ത് ഒരുമിച്ച് കൂടി ഈ നിറസാന്നിധ്യം നൽകി അനുഗ്രഹിച്ചതിന് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട SCA ബക്കർ സാഹിബ് നമുക്ക് ഈ വേദി ഒരുക്കി തരുന്നതിൽ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സമസ്തയുടെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് വരുന്ന 3 മാസങ്ങളിലായി സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ കേന്ദ്ര മദ്രസ ഇസ്ലാമയിലെ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയുടെ 20ാം വാർഷിക ക്യാമ്പയിൻ നടത്തപ്പെടുകയാണ്. സന്തോഷ വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ജൂലൈ 5, 6 തീയതികളിൽ ആ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദും അതുപോലെ മുസ്തഫ അഷ്റഫി കക്കുപടി വന്യരായ ഉസ്താദ് അവറുകളും ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും. അതിന്റെ തൊട്ടുടനെ പരിശുദ്ധ റമദാനിന്റെ തൊട്ടു മുമ്പത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജൂൺ 12-ാം തീയതി വെള്ളിയാഴ്ച സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് നമുക്ക് വേണ്ടി വിഷയാവതരണത്തിനായി എത്തിച്ചേരും. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പരിശുദ്ധ റമദാനിലെ ഈ വർഷത്തെ പ്രോഗ്രാമുകളും സമസ്ത കേരള സുന്നി ജമാഅത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. റമദാനോടനുബന്ധിച്ച് നടത്തുന്ന സന്ദേശ പ്രചരണങ്ങളും ഇഫ്താർ സംഗമങ്ങളും, പ്രത്യേകിച്ച് ഒരു ദിവസം പൊതുവായിട്ടുള്ള ഇഫ്താറും ഇൻഷാ അല്ലാഹ് റമദാനിൽ നടക്കും. പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളും, അത് കഴിഞ്ഞ്
മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള മത്സര പരിപാടികളും ബഹുമാനപ്പെട്ട ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ അവരുടെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന ക്ലാസുകളും ആരോഗ്യ ക്ലാസുകളുമൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 7, 8 തീയതികളിലാണ് ബഹുമാനപ്പെട്ട സാലിം ഫൈസി ഉസ്താദ് അവർകൾ ഇൻഷാ അല്ലാഹ് ബഹ്റൈനിൽ എത്തിച്ചേരുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 21 തീയതി ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദ് തന്നെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി സംബന്ധിച്ച് നമ്മോട് സംസാരിക്കും. ആഗസ്റ്റ് 28, 29 വെള്ളി ശനി ദിവസങ്ങളിലായി ക്യാമ്പയിന്റെ സമാപന സംഗമത്തിൽ മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൃതഹസ്ഥനായ ജനറൽ സെക്രട്ടറി നമ്മുടെയൊക്കെ ആദരണീയരായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവർകളും പ്രഗത്ഭ വാഗ്മിയും സുഹൃത്തുമായ ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി ആക്കോടും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി വിശിഷ്ടാതിഥികളായി എത്തിച്ചേരും. അതോടൊപ്പം ഞങ്ങളുടെയൊക്കെ വന്യരായ ഉസ്താദ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ കുരിയാട് അവർകളും ഇൻഷാ അല്ലാഹ് ആ പരിപാടിയുടെ സമാപന സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായ ദഅവ പ്രവർത്തനങ്ങൾക്ക് ആവിഷ്കാരം നൽകിയിട്ടുണ്ട്. ആ പരിപാടികളുടെ ഒക്കെ വിജയത്തിന് വേണ്ടി നിങ്ങളാലാവുന്ന ഉണ്ടാവണമെന്ന് ഉണർത്തുന്നതോടൊപ്പം അടുത്ത 14 തീയതി ശൈഖുന വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് നമുക്ക് സൂഫി വര്യനും സമസ്തയുടെ ആത്മീയ സാന്നിധ്യവും വിളക്കുമായ ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് തൊട്ടടുത്ത 14 തീയതി ബഹ്റൈനിൽ എത്തിച്ചേരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള ആത്മീയ സദസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് വിവരം അറിയിക്കുന്നതാണ്. അതിന്റെ ഉടനെ ബഹുമാനപ്പെട്ട വെല്യാപ്പള്ളി ഉസ്താദും എത്തിച്ചേരുന്നുണ്ട് എന്ന സന്തോഷകരമായ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതിൽ അനൽപമായ ചാരിതാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൗഷാദ് വാണിന്മേൽ SKSSFന്റെ ട്രഷറർ, അദ്ദേഹം നാട്ടിൽ പോയതാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് കുറച്ച് സീരിയസ് അസുഖമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു തആല ശിഫാ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഈ പരിപാടിയുമായി സഹകരിച്ച ഫുഡ് സിറ്റി റെസ്റ്റോറന്റ് അവർക്ക് ബർക്കത്തും റാഹത്തും നൽകട്ടെ. ഒരു സഹോദരൻ മകന്റെ ഓപ്പറേഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസരഹിതമായി അല്ലാഹു കൊടുക്കട്ടെ. മരണപ്പെട്ട അവരുടെ ഉമ്മാക്കുപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം അജ്മാനിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട പറമ്പത്ത് അഹമ്മദ് വില്യാപ്പള്ളി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സഹകരിച്ച ബ്രോസ്റ്റർ ലാൻഡ്, അതുപോലെ മറ്റു സഹായങ്ങൾ നൽകിയും ഈ മഹത്തായ സംഗമത്തിന് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള നൽകിയവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ അവർ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. എല്ലാം തന്നെ അല്ലാഹു തആല ഇരു വീട്ടിലും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിന് നന്ദി പറഞ്ഞതിന് ശേഷമാണ് ദുആ. നന്ദി പ്രകടനത്തിന് വേണ്ടി SKSSFന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഈ സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിത്വങ്ങളിൽ പ്രധാനിയായ വിഖായയുടെ കർമ്മധീരനായ വഴികാട്ടി കൂടിയായ ബഹുമാനപ്പെട്ട നവാസ് കൊല്ലത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഹ്രസ്വമായ നേരം കൊണ്ട് ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നവാസ് കൊല്ലത്തെ നന്ദിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على رسول الله آله برضا الله أما بعد. ഈ മഹനീയ സദസ്സ് ഉദ്ഘാടന സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പ്രസിഡന്റ് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾക്ക് ആദ്യം തന്നെ ബഹ്റൈൻ SKSSFന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദിനും ബഹ്റൈൻ SKSSFന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ മഹനീയ സദസ്സിന്
എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, സഹോദരീ സഹോദരന്മാർ, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നിട്ടുള്ള വികായ മെമ്പേഴ്സ്, സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഏരിയ പ്രതിനിധികൾ, ജമിയത്തുൽ മുഅല്ലിം, എല്ലാവർക്കും ബഹ്റൈൻ SKSFന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാ ഉദ്ദേശാവശ്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഒരു ഫാത്തിഹ ഓതി الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ഉസ്താദന്മാർ ഗുരുനാഥന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ എൽമ പഠിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ആരിലൊക്കെ എൽമ പഠിച്ചിട്ടുണ്ട് അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബഹ്റൈനിലെ സമസ്ത ഇവിടുത്തെ SKSFന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരും ഗുണകാംക്ഷികളും സഹായികളും സ്നേഹികളുമായ അല്ലാഹു, അവരൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും എല്ലാവിധ നിഅമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ നീ ശുദ്ധിയാക്കി തരണേ. പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. സദസ്സിന് പിരിയുമ്പോഴേക്കും ഞങ്ങൾ പാപങ്ങൾ കഴുകപ്പെട്ടവരായി ശുദ്ധിയായവരായി നീ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരമോ താൻപോരിമയോ റിയാവോ കിബറോ എന്തെല്ലാം മോശപ്പെട്ട വികാരങ്ങളും തോന്നലുകളുണ്ടോ ഒക്കെ നീ നീക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ുണ്ടോ ചെറുതും വലുതുമായ വേദനകളും മുറിവുകളും പ്രയാസങ്ങളുണ്ടോ നീ നീക്കി സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ നീ സലാമത്താക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹത്തിലാക്കണേ റഹ്മാനെ. വളരെ അകൽച്ചയിലും പിണക്കത്തിലുമുള്ള ആളുകളെ നീ അടുപ്പത്തിലും ഇണക്കത്തിലുമാക്കണേ റഹ്മാനെ. മക്കളും ഭാര്യ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം നന്നാക്കണേ റബ്ബേ. ജ്യേഷ്ഠാനുജന്മാരും ആംഗ്ല പങ്ങന്മാരും തമ്മിലുള്ള ബന്ധം നന്നാക്കണേ റബ്ബേ. അല്ലാഹുവേ, അകന്നവരും അകൽച്ചയിലുമുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തിലും ഒരുമയിലും അടുപ്പത്തിലുമാക്കണേ റഹ്മാനെ. അല്ലാഹു, പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഞങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിലേക്ക് കുടുംബിനികളായി കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർക്കൊക്കെ യോജിച്ച ഇണകളെ നീ കൊടുക്കണേ റബ്ബേ. പോകുന്ന ചെറുപ്പക്കാർക്ക് യോജിച്ച ഇണകളെ നീ നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ നാട്ടിലാക്കി അല്ലാഹുവേ നിന്റെ വിശാലമായ ഭൂമിയിൽ ഹലാലായ ജോലി അന്വേഷിച്ചു വന്ന പ്രവാസികളായ ആളുകളാണ് റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നീ സഹായിക്കണം റബ്ബേ. നീ കാവലിലാക്കണേ റഹ്മാനെ. നീ സംരക്ഷണത്തിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ മക്കളെ സന്തതികളെ വഴിതെറ്റിപ്പോകാതെ ആരാലും വഴിപഴപ്പിക്കപ്പെടാതെ നീ സൂക്ഷിക്കണേ തമ്പുരാനെ. ചാരിത്ര ശുദ്ധിയുള്ളവരാക്കണേ റബ്ബേ. നിന്നെ ഭയപ്പെടുന്നവരാക്കണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഇഷ്ടപ്പെടുന്നവരാക്കണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പുണ്ടോ അത് ഞങ്ങൾക്കും അവർക്കും മനസ്സിൽ വെറുപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകളൊക്കെ നീ മാപ്പ് തരണേ റബ്ബേ. എല്ലാം മാപ്പ് തന്നു. അഫല്ലാഹു അമ്മാ സലഫ, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പ് തന്നു എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾ പെടുത്തണേ റബ്ബേ.
അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. ജീവിതത്തിലെ ഏത് തെറ്റുകളാണെങ്കിലും നിനക്ക് പുറത്തു തരാമല്ലോ തമ്പുരാനെ. ഈ നിമിഷം അള്ളാഹുവെ ഇവിടം മുതൽ ഇന്നത്തെ രാത്രി മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് റഹ്മാനെ. പരമാവധി നിന്നെ സൂക്ഷിച്ചുകൊണ്ടും നിന്നെ അനുസരിച്ചുകൊണ്ടും നിനക്ക് തൃപ്തിയുള്ളത് മാത്രം ചെയ്തുകൊണ്ടും ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും യുവതികൾക്കും ഒക്കെ നീ നൽകണേ റഹ്മാനെ. ഈ സമൂഹത്തിലെ യുവാക്കളും യുവതികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും റബ്ബേ. നല്ല അച്ചടക്കം കൊടുക്കണേ റബ്ബേ. നല്ല ബോധമുള്ളവരാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ റബ്ബേ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായി വീട് നീ കൊടുക്കണേ റബ്ബേ. തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. പൂർത്തിയായി കഴിഞ്ഞവർക്ക് അതിൽ ബറക്കത്തിനെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്തതികളെയും മക്കളെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നിന്റെ സുഖലോക സ്വർഗ്ഗത്ത് ഒരുമിച്ച് കൂട്ടിത്തരണമേ റബ്ബേ. അല്ലാഹു കടബാധ്യതകളിൽ നിന്ന് മോചനം തരണേ റബ്ബേ. കടങ്ങൾ പെട്ടെന്ന് വീടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ആരുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളോട് കാരുണ്യവും തോന്നിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ മറ്റു തിരക്കുകളും അല്ലാഹുവേ ഞങ്ങളുടെ ദീനി പഠനം പഠിക്കാനും പഠിപ്പിക്കാനും ദീനി പ്രചരണത്തിനൊന്നും തടസ്സമാവാതെ കാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലി ഞങ്ങളുടെ ഇൽമും ദീനും സമ്പാദിക്കാൻ തടസ്സം റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകാതെ കാക്കണേ റബ്ബേ. ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും സദസ്യരുണ്ടെങ്കിൽ അവർക്ക് ഖൈറായ ജോലി നീ കൊടുക്കണം റഹ്മാനെ. ഉള്ള ജോലിയിൽ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട്, കൊടുക്കണേ റബ്ബേ. ഖൈറായത് പകരം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു നീ ഞങ്ങൾക്ക് തരുന്ന സമ്പാദ്യത്തിൽ നിന്ന് സ്വതക്ക ചെയ്യാൻ തൗഫീഖ് താ റബ്ബേ. റഹ്മായ റബ്ബേ മരണത്തിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار എന്ന മലക്കുകൾ പറയപ്പെടുന്ന മലക്കുകളാൽ ആശീർവാദം ലഭിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളായി ഞങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യൂ റഹ്മാനെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചതിൻ്റെ SKSFന്റെ വിഖായുടെ വോളണ്ടിയർമാർ അവർക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. ചെറുപ്പക്കാരാണ്, അവരെ നീ സംരക്ഷിക്കണം തമ്പുരാനെ. വഴിതെറ്റിപ്പോകാതെ കാക്കണേ റബ്ബേ. ഇസ്തിഖാമത്തിൽ നിലനിൽപ്പ് കൊടുക്കണേ തമ്പുരാനെ. അവർ ചെയ്യുന്ന സേവനങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. മഹത്തായ പരിശുദ്ധമായ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കൊക്കെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. റഹ്മായ റബ്ബേ ദീനിന്റെ വിഷയത്തിലുള്ള ഏത് ആക്ഷേപങ്ങളും എന്തും സഹിക്കാനുള്ള ഒരു മനസ്സ് തരണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ ദീനിന്റെ പ്രചരണത്തിന് നിന്റെ ദീൻ നീ പ്രചരിപ്പിക്കുന്നുണ്ട് അള്ളാഹു, അതിന് ഞങ്ങൾക്കൊരു ഹംദ് ഒരു ഓഹരി തരണം. അറിയുന്നത് പറഞ്ഞു കൊടുക്കാനും അള്ളാഹുവെ തെറ്റുകൾ തിരുത്തി തരാനും ഒക്കെ അള്ളാഹുവെ റഹ്മായ റബ്ബേ ദീനിന്റെ പ്രചരണത്തിനൊക്കെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹു ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്ക് നീ എല്ലാ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഈ പുണ്യമായ സദസ്സ് ഒരുമിച്ച് കൂട്ടാൻ ആരൊക്കെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ഫോൺ വിളി കൊണ്ടെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ എല്ലാ തൗഫീഖും കൊടുക്കണേ റബ്ബേ. റബ്ബേ ഇനിയും ഇൽമിന്റെ മജ്ലിസിൽ ഇതുപോലെ ഒത്തുചേരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വീണ്ടും നീ തരണേ റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് താ റഹ്മാനെ. അതൊരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. ഒരു നല്ല അവസ്ഥയിൽ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലോ തെറ്റ് ചെയ്ത് നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ നേരം കിട്ടാതെയോ പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്കാർക്കും നീ തരല്ലേ റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം റഹ്മാനെ. ഞങ്ങൾ നിന്നെ പൊരുത്തപ്പെട്ടു റബ്ബേ, നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ റളീനാ ബിക റബ്ബൻ വബിഇസ്ലാമിക ദീനൻ വബിനബിയിക മുഹമ്മദിൻ റസൂല. അല്ലാഹു നീ ഞങ്ങളോട് തൃപ്തിപ്പെടണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله تعالى وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ സുഹൃത്തിന്റെ അമ്മായിയും മരിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ, എല്ലാവരും ചൊല്ലിക്കോളൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പരിപാടി കഴിയുമ്പോൾ ചൊല്ലണം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.